السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صدق الله مولانا العظيم. ബഹുമാന്യരായ കോഴിക്കോട് ജില്ല SKSSFൻ്റെ കർമ്മധീരരായ നേതാക്കളെ, പ്രവർത്തകരെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, വേദിയിലും സദസ്സിലുമൊക്കെയായി ഇരിക്കുന്ന മഹൽ വ്യക്തികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫദ്ല് കൊണ്ട് മാസം തോറും കോഴിക്കോട് ജില്ലാ SKSSFൻ്റെ കീഴിൽ നടത്തുന്ന നസ്വീഹ എന്ന ബാനറിൽ നടത്തുന്ന ഈ പ്രോഗ്രാം പതിവ് പോലെ ഇന്നും അതിനുവേണ്ടി നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, സഹകരിക്കുന്നവർ, സാമ്പത്തികമായി ഭക്ഷണം നൽകി, സാന്നിധ്യം കൊണ്ട് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ അഹ്ലുകാരിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, മറ്റു ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ഇതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് വളരെ നിങ്ങളുടെ മജ്ലിസുന്നൂർ ഇതൊക്കെ കഴിഞ്ഞ ശേഷം, നിങ്ങൾ കുറേ നേരത്തെ വന്ന ആളുകളുമാണല്ലോ, ഏതായാലും നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ ആ ഓതി വെച്ച ആയത്ത്, ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട
ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹക്കായ വഴി, അതേപോലെ അമലുകൾ, സൽക്കർമ്മങ്ങൾ. ഈ സൽക്കർമ്മങ്ങളെ ചെയ്യുന്നത് തടയാനും ചെയ്യുന്നതിൽ തന്നെ വസ്വാസ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ശക്തികൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. പുറത്തുള്ളവരുണ്ട്, ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെയുള്ളവരുണ്ട്, പല രീതിയിലും. എന്നാൽ അമലുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അതിലേക്ക് താല്പര്യമുണ്ടാക്കുന്ന, ചെയ്യുന്നതിൽ ഇഖ്ലാസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും പ്രചോദിപ്പിക്കുന്നവരും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉമ്മത്തിൽ നിന്ന് കുറേ നന്മകൾ എടുത്തു പോവുകയോ ബലഹീനമാവുകയോ ചെയ്തിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ ധാരാളം അങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ ദുരന്തം അനുഭവിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ അനുഭവിക്കേണ്ടി വരും. ദിക്റിൻ്റെ മജ്ലിസുകൾ മുമ്പത്തതിൽ നിന്ന് വളരെ കുറഞ്ഞുപോയി. മൗലിദ് സദസ്സുകൾ, ഖുർആൻ, നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ഈ ഖത്മുൽ ഖുർആനിന് വേണ്ടി വഖഫ് ചെയ്യുന്ന ആളുകൾ വരേണ്ടിയിരുന്നു. ഇന്നതൊക്കെ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. അല്ല, അതൊക്കെ ഇല്ലാതെയായി. ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ നമുക്ക് കാണാം. ബിദ്അഇകൾ. ഒരു നന്മ മുടക്കുക എന്നത് ഒരു ക്രെഡിറ്റൊന്നുമല്ല. നന്മയിലേക്ക് ആളുകളെ എത്തിക്കുക എന്നതാണ് ആരിഫീങ്ങൾ, സൂഫിയാക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കളുടെ വാരിസ്യങ്ങൾ ഇവിടെ നിർവഹിച്ച ജോലി. ആളുകളെ സൽക്കർമ്മം ചെയ്യാൻ അവരെ ശാരീരികമായും മാനസികമായും പ്രാപ്തരാക്കുക എന്ന പണിയാണ് അവരൊക്കെ നിർവഹിച്ചിരുന്നത്. ഇന്നത് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്തമിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല. അല്ലാഹു തആല കാക്കട്ടെ. അപ്പം ഞാൻ ഈ ഓതിയ ആയത്ത് ഇതുപോലെ ഉമ്മത്തിൽ നിന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുന്നതും ചെയ്യുന്ന ആളുകൾക്ക് തന്നെ വേണ്ട രീതിയിൽ ഇഖ്ലാസ് ഇല്ലാതെയാകുന്നതും അല്ലെങ്കിൽ വസ്വാസോടുകൂടെ ചെയ്യുന്നതുമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ പ്രാമാണികതയും ദീനും പൂർവീകരും സ്വഹാബത്തും നമ്മുടെ ഇമാമിങ്ങളും താബിഈങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും ആ സൽക്കർമ്മങ്ങൾക്ക് കൊടുത്ത പ്രചോദനവും ഉമ്മത്തിനെ പ്രേരിപ്പിച്ച വിവിധ ഘടകങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. മുഫ്ലിഹീങ്ങളായ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വിജയികളായ ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിങ്ങനെ വന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വല്ലദീന ആമനു വല്ലദീന ജാഊ. ഒരു വിഭാഗം ആളുകളും മുഫ്ലിഹീങ്ങളാണ്, വിജയികളാണ്. ജാഊ മിൻ ബഅദിഹിം, ശേഷം അവരുടെ ശേഷം വരുന്ന ഒരു വിഭാഗം ആളുകൾ, അതായത് മുൻഗാമികൾക്ക് ശേഷം, പ്രവാചകർക്ക് ശേഷം, സ്വഹാബികൾക്ക് ശേഷം, താബിഈങ്ങൾക്ക് ശേഷം, തബഉ താബിഈങ്ങൾക്ക് ശേഷം, അതായത് മുൻഗാമികൾക്ക് പിന്നിൽ വരുന്ന ഒരു വിഭാഗം ആളുകൾ യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. എന്താണ് അവരുടെ പ്രത്യേകത? അവർ പറയും, പടച്ചവനെ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. മാത്രമല്ല വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങളുടെ മുൻഗാമികളായ ആളുകൾ, ഞങ്ങളുടെ മുമ്പേ നടന്നുപോയ മുഅ്മിനീങ്ങളായ ആളുകൾ, അവർക്കും നീ പുറത്തു കൊടുക്കണമേ. സബഖൂന ബിൽ ഈമാൻ,
ഈമാൻ കൊണ്ട് ഞങ്ങളെ മുൻകടന്നു പോയ ആളുകൾ അഥവാ ഞങ്ങളുടെ മുൻഗാമികളായി ഇവിടെ ജീവിച്ച് മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഇട്ടുതരരുത്, ഉണ്ടാക്കരുത്, ഗില്ലൻ, വെറുപ്പിനെ ഉണ്ടാക്കരുത്, ലില്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വെറുപ്പുണ്ടാക്കി തരരുത്. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, പടച്ചവനെ നീ റഊഫാണ്, റഹീമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണിത്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങളായ ആളുകളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വെറുപ്പിട്ട് തരരുത്. മുഫ്ലിഹീങ്ങളുടെ അടയാളമാണത്. നേരത്തെ മറ്റൊരടയാളം പറഞ്ഞു. അവരെന്ത് പറയും? യഖൂലൂന റബ്ബന ഗുഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഈമാൻ കൊണ്ട് ഞങ്ങളെക്കാൾ മുൻകടന്നു പോയ ഞങ്ങളുടെ മുൻഗാമികൾക്കും നീ പുറത്തു കൊടുക്കണേ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? അതായത് മുൻഗാമികളായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മരണപ്പെട്ടു പോയ ഉസ്താദുമാർ, മശായിഖന്മാർ, നമ്മുടെ മുമ്പേ നടന്നുപോയ ആളുകൾക്ക്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, അതാണ് മുഫ്ലിഹീങ്ങളുടെ അടയാളമായി അള്ളാഹു പറഞ്ഞത്. അതോടൊപ്പം മുൻഗാമികളായ ആളുകളോട് ഹൃദയത്തിൽ വെറുപ്പ് വരാതിരിക്കുന്നവർ, വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണിത്. മുഅ്മിനീങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് അടയാളങ്ങളാണ് ഇതിൽ പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളായി നടക്കുന്ന ആളുകൾ തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരണാനന്തരം ഒരു മുസ്ലിമിന്, മാതാപിതാക്കൾക്ക്, അഹ്ലുകാർക്ക് വേണ്ടി, നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി മരണാനന്തരം വല്ലതും ചെയ്യണോ, ചെയ്യണ്ടേ, ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമോ ഇല്ലേ? ഇതാണെന്ന് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ എത്തൂല എന്ന് പറയാണ് കുറെ ആൾക്കാർ. എന്നിട്ട് ചെയ്യുന്ന ആളുകൾക്ക് എൻ്റെ മനസ്സിലെന്ത്, ഞാനിപ്പോൾ ഇത് ചെയ്യണത് വെറുതെ ആവുമോ എന്നുള്ള തോന്നൽ, ഇതിപ്പോൾ അവർക്ക് എത്തുമോ എന്നുള്ള പേടി. ഈ കറ തീരണം. ഇതിന്ന് നമ്മുടെ നസീഹയുടെ ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടലോടുകൂടെ മരണാനന്തരം ഒരു മുസ്ലിമിന് വേണ്ടി ചെയ്യേണ്ട അഅ്മാലുകൾ എന്താണ് എന്നും, മരണാനന്തരം ഒരു മുസ്ലിമിന് വേണ്ടി അഹ്ലുകാരിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി വല്ലതും ചെയ്താൽ അവർക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന ആശങ്ക, വസ്വാസ്, അത് ഇന്നത്തെ നമ്മുടെ നസീഹയോടുകൂടെ തീരണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ പിതാവ്, നമ്മുടെ മാതാവ്, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ ആ മരിച്ച ആൾക്ക് വേണ്ടി നാം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, മരണാനന്തര കർമ്മങ്ങൾ. ഞാൻ പല വീടുകളിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവാം. വർഷങ്ങളോളം 60-70 വർഷം ഒരു കുടുംബത്തിൽ ജീവിക്കുകയും ആ കുടുംബത്തിന് വേണ്ടി തൻ്റെ ആയുസ് മുഴുവനും ഹോമിച്ച് തീർക്കുകയും ചെയ്ത കുടുംബനാഥൻ മരണപ്പെട്ടിട്ട് ആ വീട്ടിൽ ഒരു മൃഗം മരിച്ചു കിടക്കുന്നത്, ഒരു മൃഗം ജീവനറ്റ് കിടക്കുന്നത് പോലെ ആ വീടിൻ്റെ ഹോളിൽ ആ മയ്യത്തിനെ കിടത്തുകയും ആ മയ്യത്തിൻ്റെ പരിസരത്ത് വെച്ചൊരു ഖുർആൻ പാരായണത്തിൻ്റെയോ പ്രാർത്ഥനയുടെയോ ഒരു ശബ്ദവും പുറത്തേക്ക് കേൾക്കാതെ മൂകമായി കിടക്കുന്ന അന്തരീക്ഷം. പുറത്ത് പല ആളുകളും കൂടി നിന്ന് സംസാരിക്കുന്നു.
കുറെ കഴിയുമ്പോൾ മനുഷ്യന്റെ മാനുഷികമായൊരു സഹജ സ്വഭാവമാണ്, ഏതൊരു വിപത്തിനെയും നാം കാണുമ്പോൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു വികാരം, ആ വികാരം പിന്നെങ്ങനെ നോർമലായി കൊണ്ടിരിക്കും. അപ്പം മരണപ്പെട്ട ഉടനെ ആ വീട്ടിൽ ദുഃഖം തളം കെട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ ദുഃഖത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. പിന്നെ അവിടെ കൂടിയ ആളുകൾ തമാശ പറയാൻ തുടങ്ങും, അവര് മൊബൈലുകൾ ഉപയോഗിക്കാൻ തുടങ്ങും, വാട്സപ്പ് ചാറ്റുകൾ തുടങ്ങും, ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങും. ഖുർആൻ ഓതാൻ പാടുണ്ടോ? ഇല്ല. ഖുർആൻ ഓതാതെ വളരെ വ്യസനത്തോടുകൂടെ നാട്ടിലെ അയൽവാസികളായ സുന്നി സ്ത്രീകൾ വിഷമത്തോടെ ഒരു മയ്യത്തിന്റെ പരിസരത്ത് നടന്ന കഥകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വീട്ടിലെ ഒരു പെൺകുട്ടിയെ ഒരു സുന്നി കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തയച്ചിരുന്നു. ആ കുട്ടി പിതാവ് കിടക്കുന്നത് കണ്ടിട്ട് അടുത്ത് നിന്ന് ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടിയുടെ സഹോദരി, മൂത്ത സഹോദരി, ഉപ്പാന്റെ അടുത്ത് വെച്ച് ഖുർആൻ പാരായണം ചെയ്തതിന്റെ പേരിൽ ആ സഹോദരിയെ അടിച്ചു അത്രേ. ഇത് നമ്മുടെ കേരളത്തിൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ നടന്നതാണ്. മരണപ്പെട്ട വീടുകളിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി 1000ഉം 10,000ഉം മുടക്കി സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന മുസ്ലിമീങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യന് വസ്വാസ് വരികയാണ്. മരിച്ച വീട്ടിൽ ഓതണോ ഓതണ്ടേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ശാരിഅ്. മഹാന്മാരായ സ്വഹാബികളാണല്ലോ നമ്മുടെ വഴികാട്ടികൾ, നമ്മുടെ ഇമാമികളാണല്ലോ ദീനിയായ ഉലൂമുകൾ നമുക്ക് വിവരിച്ചു തന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉദ്കുറു മഹാസിന മൗതാക്കും. ഒരാൾ മരിച്ചാൽ ആദ്യം ചെയ്യേണ്ട, മരണാനന്തരം ചെയ്യേണ്ട ഘട്ടം ഘട്ടമായുള്ള പല കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സമയത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവുമെന്ന് മാത്രം. ഉദ്കുറു മഹാസിന മൗതാക്കും. ഹബീബായ മുഹമ്മദ് മുസ്തഫ, മരിച്ച ആളെ കുറിച്ച് നിങ്ങൾ നല്ലത് സംസാരിക്കുക. ഖുർആൻ ഓതുന്നതിൻ്റെ മുമ്പ് ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം അത് കേൾക്കുന്ന ആളുകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് എന്തെങ്കിലും ഒരു നന്മ വാചകം ഉച്ചരിക്കുക. എന്തെങ്കിലും ഒരു നന്മ, അയാളെ കുറിച്ച് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നന്മ ആ മനുഷ്യനെ കുറിച്ച് പറയുക. എന്തുകൊണ്ടാണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ഹദർതുമുൽ മയ്യിത, നിങ്ങൾ ഒരു മയ്യിത്തിന്റെ സമീപത്ത് ഒരുമിച്ച് കൂടിയാൽ ഫഖൂലു ഖൈറാ, ആ മയ്യിത്തിനെ കുറിച്ച് നിങ്ങൾ നല്ലത് സംസാരിക്കണം. ആ മയ്യിത്തിനെ കുറിച്ചും നല്ലത് സംസാരിക്കണം. അവിടെ വെച്ചും നിങ്ങൾ ഖൈർ സംസാരിക്കണം. ഖൈറുൽ കലാമി ഏതാ ഖൈറുൽ കലാം? ഖൈറുൽ കലാമി കിതാബുല്ലാഹ്. അല്ലാഹുവിന്റെ കിതാബിനേക്കാൾ ഖൈറായ ഒരു കലാം ഏതാണ്? ഏറ്റവും ഖൈറായ കലാം അല്ലാഹുവിന്റെ കിതാബല്ലേ? ഏറ്റവും ഖൈറായ കലാം വിശുദ്ധ ഖുർആനല്ലേ? ഫഖൂലു ഖൈറാ. ഒരു മരണം, ആ മരിച്ച ഒരാളെടുത്ത് നിങ്ങൾ സന്നിഹിതനായാൽ അവിടെ വെച്ച് നിങ്ങൾ ഖൈർ പറയുക എന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒന്നാമത്തെ ഖൈർ ഖുർആൻ ഓതലാണ്. ഖുർആൻ ഓതണം എന്നുള്ളതിന്റെ കൽപ്പനയാണത്. പിന്നെ സംസാരിക്കുകയാണെങ്കിലും നല്ലത് സംസാരിക്കണം. മയ്യത്തിനെ കുറിച്ചും നിങ്ങൾ നല്ലത് സംസാരിക്കണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, ഉദ്കുറു മഹാസിന മൗതാക്കും. എന്തുകൊണ്ടാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരുകയാണ്, ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ ഓരോ മൊഴികളുമുണ്ടല്ലോ, അതിന് മലക്കുകൾ ആമീൻ പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മലക്കുകൾ ആമീൻ പറയും.
മലക്കുകൾ ആമീൻ പറയാൻ എപ്പോഴാ? അപ്പൊ ഈ മയ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ദുആ ചെയ്യും വേണം. ഒക്കെ ഈ ഹദീസിലുണ്ട്. ഖുർആൻ ഓതണേ, മയ്യത്തിന്റെ മദ്ഹ് പറയണേ, അവിടെ വെച്ച് നിങ്ങൾ ദുആ ചെയ്യണേ. മൂന്നും ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഫസീഹത്തിന്റെ അങ്ങേയറ്റമല്ലേ? ഏറ്റവും വലിയ സാഹിത്യമല്ലേ? മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹാ. അല്ലാഹുവിന്റെ വഹയ് കൊണ്ടുള്ള സംസാരമല്ലേ? അല്ലാഹുവിന്റെ വഹയല്ലേ റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ പുറത്തു വരുന്നത്? വിശുദ്ധ ഖുർആൻ അഫ്സഹുൽ കലാമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരവും വഹയാണെങ്കിൽ തങ്ങളുടെ സംസാരം അഫ്സഹുൽ കലാമല്ലേ? അത് വല്ലാത്ത ഫസ്വാഹത്തല്ലേ? സാഹിത്യ സമ്പുഷ്ടമല്ലേ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ വളരെ കുറഞ്ഞ വാക്കുകളിൽ വിശാലമായ ആശയങ്ങളാണ്. ഈ ഒരൊറ്റ ഹദീസിൽ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ലഭിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്ന അബാ സലമത ഖദ് മാത്. നബിയേ, എൻ്റെ ഭർത്താവ് അബൂ സലമ വഫാത്തായിട്ടുണ്ട് നബിയേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഗുഫിർ ലീ വലഹു വഅഖിബ്നി മിൻഹു ഉഖബൻ ഹസനാ. നീ ദുആ ചെയ്യ്, അല്ലാഹുമ്മ ഗുഫിർ ലീ വലഹു, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ, അബൂ സലമക്കും പുറത്തു കൊടുക്കണേ, അബൂ സലമയേക്കാൾ ഖൈറായ ഒരു പിൻഗാമിയെ എനിക്ക് നൽകണേ, പകരക്കാരനെ നൽകണേ എന്ന് നീ ദുആ ചെയ്യ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്ത് കിട്ടി? മരണപ്പെട്ട ആൾക്ക് വേണ്ടി അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണമെന്ന. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നാട്ടിൽ ബിദ്അത്തിന്റെ ആളുകൾ വസ്വാസ് ഉണ്ടാക്കിയതിന്റെ കാരണത്താൽ എത്രയെത്ര മയ്യത്തുകളാണ് നമ്മുടെ നാട്ടിൽ ഒരു ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യുക പോലും ചെയ്യാതെ ഒരു മൃഗത്തെ എടുത്തുകൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ വീടുകളിൽ നിന്ന് പള്ളിപ്പറമ്പിലേക്ക് എടുത്തുകൊണ്ടുപോയ എത്രയെത്ര ആളുകൾ നമ്മുടെ പരിചയക്കാരിലുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വലിയ ഗൗരവമുള്ള കാര്യമല്ലേ? മരിച്ച ശേഷം ഒരു പ്രാർത്ഥന പോലും ലഭിക്കാതെ ആ മയ്യത്തിന് അനന്തരാവകാശികൾ വീടിൽ നിന്ന് എടുത്തുകൊണ്ടുപോവുകയാണ്. എന്താ കാരണം? വസ്വാസിലാക്കിയതാണ്. ഈ വസ്വാസ് തീരണം, നീങ്ങണം എന്ന് നമുക്ക് വേണം. നീക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. എന്നാലും വാശി പിടിച്ച് തോന്നിയ പോലെ ചെയ്യട്ടെ. അറിയാത്തതിൻ്റെ പേരിൽ ഇതൊന്നും ദീനിൽ ഇല്ലാത്തതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളും ഇതിൽ അമാന്തം കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിനാ നമ്മളിത് പറയണത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വലിയ ഗൗരവമായിട്ട് തന്നെ ഒരു വിഷയമായിട്ട് തന്നെ പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ധാരാളം ചർച്ചകൾ ഈ സ്റ്റാറ്റസ് വീഡിയോയിൽ കുറേ ആളുകൾ വരും. ആളുകൾ പോലും ഇത് ആരതാണ് ഏതാന്ന് അറിയാതെ സ്റ്റാറ്റസ് വെക്കുക. പക്ക മുബ്തദിഈങ്ങളായ ആളുകൾ തൊപ്പിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അത് വലിയ അപകടമാണ്. ഈ തൊപ്പി ഇടാൻ തുടങ്ങിയത് വലിയൊരു അപകടമാണ്. എന്നിട്ട് ഈ തൊപ്പി ഇട്ടിട്ട് ഇവൻ ഈ ചൂടുള്ള ഈ മറ്റേ നമ്മളെ കപ്പ അത് വായിലിട്ട പോലെയൊക്കെയാണ് ഓരോരുത്തർ സംസാരിക്കുക. ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ച് സംസാരിക്കുക, അഭിനയം. ഇത് കേൾക്കുമ്പോൾ ഇതിങ്ങനെ കേട്ടിരിക്കുക. എന്നിട്ടോ ഇതിലൂടെ ഇങ്ങനെ ചെറിയ ചെറിയ നുറുങ്ങ് ക്ലിപ്പുകളായിട്ട് വിദേഹത്ത് കയറ്റി കൊടുക്കുക. പെണ്ണുങ്ങളൊക്കെ അത് കേൾക്കുക, ആണുങ്ങളും ഇത് കേൾക്കുക. അറിയാതെ സുന്നി മക്കൾ വരെ ഇത് സ്റ്റാറ്റസും വെച്ച് നടക്കുക. അതന്നെ ഇത് വലിയ ഗൗരവമാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന അമലിൽ നമുക്ക് വസ്വാസ് വരിക, അത് ഉണ്ടാകാൻ പാടില്ല. അബൂ സലമക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമയോട് ദുആ ചെയ്യാൻ പറഞ്ഞു വിടുക മാത്രമല്ല, ഏറ്റവും വലിയ മാതൃക മുത്തുനബിയല്ലേ
റസൂലുള്ളാഹി തങ്ങൾ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി, മരിച്ചു കിടക്കുന്നിടത്തേക്ക് പോയി. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സലമ. അബൂ സലമ കിടക്കുന്ന വീട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ചെന്നു. വഖദ് ശഖ്ക ബസറഹു ഫഅഗ്മദഹു. അബൂ സലമയുടെ കണ്ണുകൾ റസൂലുള്ളാഹി തങ്ങൾ അടച്ചു കൊടുത്തു. മയ്യത്തിന്റെ കണ്ണ് റസൂലുള്ളാഹി അടച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബിദ തബിഅഹുൽ ബസറു. ഒരു മനുഷ്യന്റെ റൂഹ് പിടിച്ചാൽ ആ റൂഹിനെ ആ മനുഷ്യന്റെ കണ്ണ് അനുഗമിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. ഒരു മനുഷ്യന്റെ റൂഹ് പിടിച്ചാൽ ഈ റൂഹ് പോകലോടുകൂടെ ശരീരത്തിൽ നിന്ന് പോകുന്ന റൂഹ് ഏത് ദിക്കിലേക്കാണോ ആ ഭാഗത്തേക്ക് മനുഷ്യന്റെ കണ്ണ് ചലിക്കുന്നതാണ്. അല്ലേ? ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഏത് ഭാഗത്തേക്കാണെങ്കിലും ആ ഭാഗത്തേക്ക് കണ്ണു പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണ് അടച്ചു കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം കൂടിയായിരിക്കാം ഈ പറഞ്ഞത്. കാരണം കണ്ണ് പല ഭാഗത്തേക്കും പോകുമ്പോൾ പല മയ്യത്തിനെയും കണ്ടാൽ ഭീകര രൂപമാകാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ കണ്ണ് അടച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ ഖൈറല്ലാതെ ഒന്നും ഇവിടുന്ന് മൊഴിയാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഓരോ വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾ ആമീൻ പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് സുമ്മഖാല, പിന്നെ റസൂലുള്ളാഹി പറയാണ്, അല്ലാഹുമ്മ ഗുഫിർ ലി അബീ സലമ വറഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അല്ലാഹുമ്മ ഗുഫിർ ലി അബീ സലമ, അല്ലാഹുവേ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ. വറഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അബൂ സലമയുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്? മരിച്ചു കിടക്കുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. ആ മയ്യത്തിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇതാണ് മാതൃക. അപ്പോ ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്, മരിച്ച ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാന്ന്. ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാണ്ട്. മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞല്ലോ, ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞല്ലോ, മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് നന്മ പറയുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യൽ സുന്നത്താണ്. രണ്ട് കാര്യമാണ് ഇതിലുള്ളത്. മരിച്ച ആളെക്കുറിച്ച് നിങ്ങൾ നന്മ പറയണം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വിഷയം മരിച്ച ആളെക്കുറിച്ച് നിങ്ങൾ നന്മ പറയണമെന്ന. ഈ മരിച്ച ആളെ മറവ് ചെയ്യുന്നത് വരെ നന്മ പറയണമെന്നല്ല, മനസ്സിലാക്കണം. ഈ മരിച്ച ആളെ മറവ് ചെയ്യുന്നത് വരെ നിങ്ങൾ നന്മ പറയണമെന്നല്ല. മറവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉണ്ടാൻ പാടില്ല എന്നുമല്ല. ഉദ്കുറൂ മഹാസിന മൗതാക്കും. വേറെയും കുറേ ഹദീസുകൾ, പല ലഫ്ളുകളിലായി വന്ന ഹദീസുകളിലൊക്കെ മരിച്ച ആളുകളെ കുറിച്ച് നല്ലത് പറയൂ, കാരണം മലക്കുകൾ ആമീൻ പറയുന്നു. അപ്പം മഹാന്മാരായ ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് നമ്മളിതാ ഇന്നിപ്പോ ഇവിടെ നമ്മൾ അനുസ്മരണം നടത്തുന്നുണ്ട്, ഇല്ലേ? ആരൊക്കെ? നമ്മളെ മരണപ്പെട്ടു പോയ മുൻഗാമികളായ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ്, പിന്നെ വാവാട് ഉസ്താദ്, നമ്മളെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ തങ്ങള്. ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയിരുന്ന മഹാന്മാരായ ആലിമീങ്ങളും സയ്യിദന്മാരുമായ ആളുകളെ കുറിച്ച് അനുസ്മരണം നടത്തുകയെന്ന, അവരെക്കുറിച്ച് നമ്മൾ ഓർക്കണമെന്ന, അവരെക്കുറിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന നമ്മുടെ ഇന്നത്തെ പരിപാടിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണ്, അല്ലേ? എന്താ കാരണം? അതന്നെ, അവരെ കുറിച്ച് നന്മ പറയുക എന്ന് പറഞ്ഞാൽ അറബിയിൽ നമ്മളതിന് പേരും അവരെ മൗലിദ് ഓതുക എന്ന് പറയും.
ഒക്കത്തിൻ്റെ അടിസ്ഥാനതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതാണ്. അവരെക്കുറിച്ച് എപ്പോഴും പറയാൻ പറ്റുമ്പോഴൊക്കെ പറയാം. എല്ലാ കാര്യവും ഇതിൽ പെട്ടിട്ടുണ്ട്. ഒരു കാര്യത്തിലും ഇവിടെ വസ്വാസം വേണ്ട. നമ്മുടെ മുൻഗാമികളോട് പഠിപ്പിച്ചു തന്ന ഒരു കാര്യത്തിലും എന്ത് വേണ്ട, വസ്വാസിൻ്റെ ആവശ്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കേണ്ടതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മഹാന്മാരായ മുൻഗാമികൾ നമുക്കിതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ ഈ വിഷയമായി സംബന്ധിയായി നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ ചുരുക്കുകയാണ്. അതുപോലെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ യാസീൻ ഓതുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്, അല്ലേ? മരിച്ച വീട്ടിൽ യാസീൻ ഓതുക. ഒരാൾ മരിച്ചാൽ അവിടെ ചെന്നിട്ട് നമ്മൾ ഫാത്തിഹ വിളിക്കുന്നു, യാസീൻ ഓതുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളോട് കൊടുത്തൊരു നീണ്ട ഉപദേശമുണ്ട്. കുറേ കാര്യങ്ങളെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അലി, വുളൂ ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ ഇങ്ങനെ പറയണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഇങ്ങനെ പറയണം. സിംഹത്തെ കണ്ടാൽ, അപകടം പിടിച്ച മൃഗങ്ങളെ കണ്ടാൽ താങ്കൾ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ കാര്യങ്ങൾക്കും അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് കൊടുക്കുന്നൊരു നീണ്ട ഉപദേശമുണ്ട്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, യാ അലി വഖറ സൂറത്ത യാസീൻ. അലി, താങ്കൾ യാസീൻ സൂറത്ത് ഓതണം. ഫഇന്ന ഫീ യാസീന 10 ബറകാത്ത്. യാസീൻ സൂറത്ത് ഓതുന്നിടത്ത് 10 ബറക്കത്തുകളുണ്ട്. യാസീൻ സൂറത്ത് ഓതിയാൽ 10 ബറക്കത്ത് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അലി, താങ്കൾ സൂറത്ത് യാസീൻ ഓതണമെന്ന് മുഹമ്മദ് മുസ്തഫ അലി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഉപദേശം. ഈ 10 കാര്യങ്ങളിൽ റസൂലുള്ളാഹി തങ്ങൾ കുറെ പറഞ്ഞിട്ടുണ്ട്. ഫഇന്ന ഫീ യാസീന 10 ബറകാത്ത് മാ ഖറഅഹാ ജാഇഉൻ ഇല്ലാ ശുബിഅ വലാ ളംആനു ഇല്ലാ റുവിയ വലാ ആരിൻ ഇല്ലാ കുസിയ വലാ അസബുൻ ഇല്ലാ തസവ്വജ വലാ ഖായിഫുൻ ഇല്ലാ അമിന വലാ മരീദുൻ ഇല്ലാ ബരിഅ വലാ മസ്ജൂനുൻ ഇല്ലാ ഖറജ വലാ മുസാഫിറുൻ ഇല്ലാ ഉഈന അലാ സഫരി വലാ ഉരിഅത ഇൻദ മയ്യിത്തിൻ ഇല്ലാ ഖുഫിഫ അൻഹു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഇമാമിങ്ങൾ, മഹത്തുക്കൾ, അവരൊക്കെ എല്ലാ ദീനിന്റെയും ഉള്ളറകൾ കണ്ടതാണ് എന്ന് ഇത്തരം ഹദീസുകൾ കാണുമ്പോൾ നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അലി, യാസീൻ സൂറത്തിൽ 10 ബറക്കത്തുകളുണ്ട്. ഒരു വിശന്നവന് യാസീൻ ഓതിയാൽ തീർച്ചയായും അവന്റെ വയറ് നിറയും. എന്ന് പറഞ്ഞാൽ വയറ് നിറയാനുള്ള സാഹചര്യങ്ങൾ അവനുണ്ടാകും. അതുപോലെ തന്നെ ദാഹിച്ച ഒരാൾ യാസീൻ ഓതിയാൽ അവന്റെ ദാഹം തീരുന്നതാണ്. വസ്ത്രം ധരിക്കാനില്ലാത്തവന് യാസീൻ ഓതിയാൽ അവന് വസ്ത്രം ധരിക്കപ്പെടുന്നതാണ്. അതുപോലെ വിവാഹം നടക്കാത്തവന് യാസീൻ ഓതിയാൽ അവന്റെ വിവാഹം നടക്കുന്നതാണ്, അവൾക്കും ബാധകമാണ്. അതുപോലെ വലാ ഖായിഫുൻ ഇല്ലാ മിന, എന്തെങ്കിലും ഒരു ഭയപ്പാടിൽ കുടുങ്ങിയാൽ യാസീൻ ഓതിയാൽ അവന് സുരക്ഷിതത്വം ഉണ്ടാകുന്നതാണ്. ജയിലിൽ അകപ്പെട്ടവൻ യാസീൻ ഓതിയാൽ അവൻ മോചിതനാകുന്നതാണ്. വലാ മുസാഫിറുൻ ഇല്ലാ ഉഈന അലാ സഫരിഹി, യാത്രക്കാരൻ യാസീൻ ഓതിയാൽ തീർച്ചയായും അവന്റെ യാത്രയിൽ അവന് സഹായം ലഭിക്കുന്നതാണ്. ഗൾഫിക്ക് പോരുമ്പോഴേ ഇപ്പോ അത് ഞാൻ നേരത്തെ പറഞ്ഞ നന്മകൾ നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇപ്പോ പോരുമ്പോ ഉപ്പാനും ഉമ്മാനൊക്കെ കൂടിയിട്ടൊരു സെൽഫിയാണ്, അല്ലേ? മറ്റേതല്ല, മറ്റത് ഒരു ആലിമായ ഒരാളെ കൊണ്ടുവരും. എന്നിട്ട് ഗൾഫിലേക്ക് പോകുന്ന ആള് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് അവിടെ നിന്നൊരു ഫാത്തിഹ വിളിക്കും, യാസീൻ ഓതും, ദുആ ചെയ്തിട്ടാണ് ഇറങ്ങിപ്പോരുക, അല്ലേ? ഇപ്പം നമുക്ക് ഈ വഹാബികളൊക്കെ കൂടിയിട്ട് ഇതുപോലുള്ള സ്റ്റാറ്റസ് വീഡിയോകൾ കണ്ട് നമുക്കും അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്.
അവിടെയാണ് പൂർവീകര നമ്മൾ മനസ്സിലാക്കണം. വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. എല്ലാ നന്മകളും നിനക്ക് സ്വരൂപിക്കണോ, എല്ലാ നന്മകളും നിനക്ക് വാരിക്കൂട്ടണോ, പൂർവീകരെ നീ പിൻപറ്റിക്കോ. എല്ലാ ശർറുകളും പിൻഗാമികളെ പിൻപറ്റുന്നതാണ്, പിൻഗാമികൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ശർറും. അതുകൊണ്ട് പൂർവീകരായ ആളുകൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലുള്ള അസുലുകളിൽ നിന്നുകൊണ്ടുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി അലിയാർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന അവസാനത്തെ കാര്യം ചുരുക്കാണ്. അവിടെയാണ് നമ്മുടെ മർമ്മപ്രധാനമായ കാര്യവും. വലാ ഖുരിഅത ഇൻദ മയ്യിത്തിൻ, ഒരു മയ്യിത്തിന്റെ അടുത്ത് വെച്ച് ഒരാളും സൂറത്ത് യാസീൻ ഓതുകയില്ല. ഇല്ലാ ഖുഫിഫ അൻഹു, അവനെ തൊട്ട് ഖഫീഫാക്കിയിട്ടല്ലാതെ. എന്ത് എല്ലാം സക്കറാത്തിലാണെങ്കിൽ സക്കറാത്തിന്റെ അവസരം ഇഖ്റഊ സൂറത്ത് യാസീൻ അലാ മൗതാക്കും എന്നൊരു ഹദീസില്ലേ, മരിച്ച ആളുകളുടെ മേൽ നിങ്ങൾ യാസീൻ ഓതണം. ഐമൻ ഹളറഹുൽ മൗതു എന്ന് ചിലരതിനെ വ്യാഖ്യാനിച്ചു, ചില ഇമാമിയങ്ങൾ. മരണം ആസന്നമായവന്റെ അടുത്ത് വെച്ച് നിങ്ങൾ യാസീൻ ഓതണം. അപ്പോൾ മഹാനായ ഇമാം നവവി തങ്ങളെപ്പോലെയുള്ള, ഇമാം സുയൂത്തി തങ്ങളെപ്പോലെയുള്ള മഹാന്മാരായ മഹത്തുക്കളായ മദ്ഹബിനെ വിശദീകരിക്കാനും ഹദീസുകളെയും ആയാത്തുകളെയും നമുക്ക് ഹല്ല് ചെയ്തുകൊണ്ട് അതിലെ ഓരോ നുറുങ്ങുകളും പുറത്തെടുത്ത് പഠിപ്പിച്ചു തരാനും വിദഗ്ധരായ ലോകപ്രസിദ്ധരായ ഇമാമിങ്ങൾ ആ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിടത്തൊക്കെ മഹാന്മാർ പറഞ്ഞ എന്താണ്? ഈ ഹദീസിന്റെ ആശയം മരണം ആസന്നമായവന്റെ അടുത്ത് എന്ന് മാത്രമല്ല, പിന്നെയോ ഹാദാ യുഹ്തമലു അൻ തകൂന ഹാദിഹിൽ ഖിറാഅതു ഇൻദൽ മയ്യിതി ഫീ ഹാലി ഹയാതിഹി, മരണം ആസന്നമായവന്റെ അടുത്ത് വെച്ച് ഓതാം എന്നതും ഈ ഹദീസ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വയുഹ്തമലു, മറ്റൊരു സാധ്യതയും കൂടെ ഈ ഹദീസിനുണ്ട്. അൻ തകൂന ഇൻദ ഖബരിഹി, മയ്യിത്തിന്റെ ഖബറിന്റെ അടുത്ത് വെച്ച് ഓതാ. ഖദാദകറഹു സുയൂത്തി തുടങ്ങിയിട്ട് ഇങ്ങനെ കുറെ പറയുന്നുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ, ഇമാം നവവി തങ്ങളൊക്കെ ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് വിശദീകരിച്ചത് എങ്ങനെയാണ്? ചില ആളുകൾ പറയാണത് മരണ ആസന്നമായവന്റെ അടുത്ത് വെച്ചിട്ടാണ്. ഈ ആസന്നമായ അവന്റെ അടുത്ത് വെച്ചിട്ടാണ് യാസീൻ ഓതേണ്ടത് എന്ന് ശക്തമായി ബാധിക്കുന്ന ഏതെങ്കിലും ഒരു മുബ്തദി, ചിന്തിക്കണം, മരണം ആസന്നമായവന്റെ അടുത്ത് വെച്ചിട്ടാണ് യാസീൻ ഓതേണ്ടത് എന്ന് വാദിക്കുന്ന ഏതെങ്കിലും ഒരു മുബ്തദി രോഗിയായി കിടക്കുന്ന അവന്റെ പിതാവിന്റെ തലയുടെ ഭാഗത്തിരുന്നു കൊണ്ട് യാസീൻ ഓതുന്നത് കണ്ണ് മുളച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സാധ്യത കുറവാണ്. ഒരു മുബ്തദി, നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരു മുബ്തദി ഓന്റെ വാപ്പാന്റെ തലക്കം പുറത്തിരുന്നിട്ട് വാപ്പ മരിക്കാൻ കിടക്കുമ്പോൾ യാസീൻ ഓതുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? എന്നാ ഓന്റെ വാദം എന്താ? ഈ ഹദീസ് മരണമാസന്നമായവന്റെ അടുത്ത് ഓതണം എന്നാണ്. മരണാസന്നമായവന്റെ അടുത്ത് ഓതൂല. നമ്മളുടെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് മരണം ആസന്നമായവന്റെ അടുത്തല്ല. റബീഉൽ അവ്വൽ റമളാനിലെ റസൂലുള്ളാഹി ജനിച്ചതെന്ന് അറിയാൻ കേട്ടിട്ടില്ലേ? റമളാനിൽ ഓതുവോ? പറയുന്നേട്ടാ തോന്നുന്നത് റമളാനിൽ ഓതാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ റബീഉൽ അവ്വൽ ഓതല്ലേ സുന്നി സഹോദരങ്ങളെ, നിങ്ങൾ റമളാനിൽ ഓതുന്നത് നമുക്ക് ഒരുമിച്ച് ഓതാന്നാണ് ഈ പറയണതിന്റെ ഉദ്ദേശം എന്നാ തോന്നുക. റമളാനിൽ ഓതാറുണ്ടോ? ഓതാതെക്കാനാണ് ഈ പറയണത്. അതാണ് സാക്ഷാൽ ഇബ്ലീസിന്റെ പണിയാണ് ഈ ചെയ്യുന്നതൊക്കെ. മരണമാസന്നമായവന്റെ അടുത്താണ് എന്നവൻ പറയുകയും മരണം ആസന്നമായ അവന്റെ വാപ്പാന്റെ അടുത്ത് അവൻ ഓതാറുമില്ല. അതിന്റെ അർത്ഥം എന്താ? ഓനാ നന്മ മുടക്കല. അത് അവൻ പോലും അറിയാതെ അവൻ അതിൽ പ്രതിയാവുകയാണ്. അള്ളാഹു കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ബദറുദ്ദീനുൽ ഐനി തങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയാണ്, ഫഇന്നൽ, ഒരു ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയാണ്, ഫഇന്നൽ മയ്യിത്ത യുൻതഫഉ ബിഹി, മയ്യിത്തിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതിയാൽ ആ മയ്യിത്തിന് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നതാണ്. മയ്യിത്തിന് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഉപകാരം ലഭിക്കില്ല.
എന്ന് പറയുന്ന ഖുർആനിലെ ആയത്തോതിയിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഓരോ മനുഷ്യനും അവനവൻ ചെയ്ത പ്രവർത്തനങ്ങളല്ലാതെ ഒന്നും ലഭിക്കുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത അമലേ എനിക്കുള്ളൂ, ഞാൻ ചെയ്തതേ എനിക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരാൾ എനിക്ക് വേണ്ടി ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് ലഭിക്കൂല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മളോട് വഅദ് പറയുമ്പോൾ, ഒരു മുബ്തദി പ്രസംഗിക്കുമ്പോൾ പിന്നെ നമ്മളെ മനസ്സിൽ തന്നെ വസ്വാസ് കൊടുങ്ങുകയാണ്. ഖുർആനല്ലേ അയാൾ ഓതിയെന്ന? ഖുർആൻ തന്നെയാണ് ഇവിടെ എല്ലാവരും ഓതിയത്. എല്ലാവരും ഖുർആൻ തന്നെയാണ് ഓതിയത്. നിസ്കാരം 5 എന്ന് പറഞ്ഞവരും ഖുർആൻ തന്നെ ഓതിയത്. നിസ്കാരം 3 എന്ന് പറഞ്ഞവനും ഖുർആൻ തന്നെ ഓതിയത്. ഇസ്ലാം ശരിയല്ല എന്ന് പറയാൻ ജബ്ബാർ ഓതുന്നതും ഖുർആൻ തന്നെയാണ്. എല്ലാവരും ഖുർആൻ തന്നെയാണ് ഓതുക. ഖുർആൻ കൊണ്ട് തന്നെ ആളുകൾ പേയ്ക്കുക, ഖുർആൻ കൊണ്ട് ഹിദായത്തിലാവുക എന്നുള്ള അതാണ്. ഇത് ഖുർആൻ എല്ലാവർക്കും വെളിച്ചാണ് എന്നൊന്നും ആരും വിചാരിക്കണ്ട. പലരും പറയും ഖുർആൻ പരിഭാഷ വായിച്ചതുകൊണ്ടോ മുസ്ലിമായി, ഖുർആൻ പരിഭാഷ ഞാൻ അവന് സമ്മാനിച്ചു. ഒരു കാര്യവുമില്ല. ഖുർആൻ വെളിച്ചമാകുന്നത് ഖുർആൻ കിട്ടുന്നവർക്കൊക്കെ ഖുർആൻ വെളിച്ചമാവുകയില്ല. ഖുർആൻ എഴുതിയവന് പോലും ഖുർആൻ വെളിച്ചമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹയി എഴുതിയിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാള് പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക ചെയ്തത്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയി എത്തിച്ചു കൊടുക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അതിങ്ങനെ പാരായണം ചെയ്യും. ഈ പാരായണം ചെയ്യുന്ന സമയത്ത് ആ വഹയി എഴുതി വെച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അത്രയും റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട ആളല്ലേ. ജിബ്രീൽ ഓതുന്നു, റസൂലുള്ള ഓതുന്നു, അപ്പടി പകർത്തുന്ന ആള്. അതിനേക്കാൾ ഇനി ഖുർആനുമായി അടുപ്പുള്ള വേറൊരാൾ ആരാ പറയാ? ഇച്ചങ്ങാതി പിന്നെ ഇസ്ലാമിനെ ഉപേക്ഷിച്ചു പോയി, മുനാഫിക്കായി മാറി, മുർത്തദ്ദായി. അപ്പൊ ഖുർആൻ എല്ലാവർക്കും ഹിദായത്താകൂല, എല്ലാവർക്കും വെളിച്ചമാകൂല. ഖുർആൻ ആർക്കേ വെളിച്ചമാവുകയുള്ളൂ? ഹുദല്ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ ഹിദായത്ത്, അല്ലേ? മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ ഹിദായത്ത്. അപ്പൊ ഖുർആൻ ഓതി പറഞ്ഞു എന്ന് കരുതി ആരും വഞ്ചിതരാവണ്ട. മഹാന്മാരായ മുൻഗാമികളിലേക്ക് നിങ്ങൾ നോക്കണം, അവരെന്ത് പറഞ്ഞു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ബദ്രുദ്ദീനുൽ ഐനി തങ്ങൾ ഒരു ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ്. ഫഇന്നൽ മയ്യിത യുൻതഫഉ ബിഹി. മയ്യിത്തിന് ഖുർആൻ ഓതുന്നത് കൊണ്ട് മയ്യിത്തിന് പ്രതിഫലം ലഭിക്കുന്നതാണ്, ഗുണം കിട്ടുന്നതാണ്. ഫൽ ഹദീസു യദുല്ലു ഇഖ്റഉ യാസീന അലാ മൗതാകും എന്ന ഹദീസ്, ഈ ഹദീസിനെ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഫൽ ഹദീസു യദുല്ലു അലാ അന്നൽ മയ്യിത യുൻതഫഉ ബിഖിറാഅത്തിൽ ഖുർആനി ഇൻദഹു. തീർച്ചയായും ഈ ഹദീസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, മയ്യിത്തിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ഒരാൾ ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ പാരായണം കൊണ്ട് മയ്യിത്തിന് ഗുണമുണ്ടാകും, ഗുണം ലഭിക്കുമെന്ന് ഈ ഹദീസ് ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹുവ ഹുജ്ജത്തുൻ അലാ മൻ ഖാല ഇന്നൽ മയ്യിത ലാ യുൻതഫഉ ബിഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ പാരായണം കൊണ്ട് മയ്യിത്തിന് ഗുണം ലഭിക്കുകയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ശക്തമായ തെളിവാണ്, മറുപടിയാണ് ഈ ഹദീസ്. നിരവധി മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, ഫുഖഹാ ഒക്കെ ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. മരിച്ച ആളുകൾക്ക് അവിടെ അടുത്ത് ഖുർആൻ ഓതുന്നത് അവർക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നതാണ്. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാണ്, ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ എന്ന ഹദീസ് എടുത്തു വെച്ചുകൊണ്ട്, ഹാദാ യുഹ്തമലു അൻ തകൂന ഹാദിഹിൽ ഖിറാഅതു ഇൻദൽ മയ്യിത്തി. ഇത് മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതാൻ എന്നത് വ്യക്തമാക്കുന്നുണ്ട്, ആ സാധ്യതയെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ വയുഹ്തമലു അൻ തകൂന ഇൻദ ഖബ്രിഹി, ഖബറിന്റെ അടുത്തും ഖുർആൻ ഓതാമെന്ന് ഈ ഹദീസ് വെളിവാക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഏത് മയ്യത്തിന്റെ അടുത്ത് ഓതുക എന്ന് പറഞ്ഞാൽ ഖബർ വരെ ഓതുക എന്നല്ല, പിന്നെ അതിനറ്റല്ല. മനസ്സിലായില്ലേ?
നിങ്ങൾ മനസ്സിലാക്കണം, മയ്യത്തിന്റെ അടുത്ത് ഓതുക എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ മേൽ ഓതുക എന്ന് പറഞ്ഞാൽ മരിച്ച് ഖബറിലെത്തുന്നത് വരെ എന്നല്ല. പിന്നെ ഖബറിലും ഓതാം, ഖബറിലെത്തിയ ശേഷവും ഓതാം, 10 കൊല്ലം കഴിഞ്ഞാൽ ഓതാം, 100 കൊല്ലം കഴിഞ്ഞാൽ ഓതാം. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഗൗസുൽ ആലമിന്റെ പേരിൽ യാസീൻ ഓതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബദരീങ്ങളുടെ പേര് യാസീൻ ഓതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യാസീൻ ഓതിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഹദിയ ചെയ്യുന്നത്. ഹദിയ ചെയ്യാൻ പറ്റുമോ? ഹദിയ ചെയ്യുന്നതിനും വിരോധമല്ല. ഒരുപാട് ഇമാമിങ്ങൾ ആ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സമയം പോലെ നമുക്കതിലേക്ക് വരാം. മാത്രമല്ല, ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി തങ്ങൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ട് പറയുന്നൊരു പ്രയോഗമുണ്ട്, വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണോ. വഅന്നൽ മുസ്ലിമീന മാ സാലൂ ഫീ കുല്ലി മിസ്രിൻ വഅസ്രിൻ യജ്തമിഊന വയഖറഊന ലിമൗതാഹും മിൻ ഗൈരി നകീർ. മുല്ലാ അലിയുൽ ഖാരി തങ്ങൾ പറയാണ്, കാലങ്ങളായി എല്ലാ നാടുകളിലും എല്ലാ കാലഘട്ടത്തിലും ആളുകൾ ഒരുമിച്ച് കൂടുകയും മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുകയും ചെയ്യുന്നത് നിരാക്ഷേപം. മിൻ ഗൈരി നകീർ എന്ന് പറഞ്ഞാൽ നിരാക്ഷേപം. ഒരാളും ഇതിനെതിരെ പറഞ്ഞിട്ടില്ല ഇക്കണ്ട കാലം വരേന. 900-ന് ശേഷം, ഹിജ്റ 900-ന് ശേഷമാണ് ബഹുമാനപ്പെട്ടവർ ജീവിക്കുന്നത്. ഇക്കണ്ട കാലം വരെ ഒരാളും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹിജ്റ 900-ന് ശേഷം വരെ ഒരാളും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നായി പറഞ്ഞത്. മനസ്സിലായോ? ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം, മുൻഗാമികളിലേക്ക് നോക്കുക, അങ്ങോട്ട് മടങ്ങുക. എന്നിട്ടോ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫകാന ദാലിക ഇജ്മാഅൻ, അതുകൊണ്ട് തന്നെ മരിച്ച ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഖുർആൻ ഓതുക എന്ന പ്രക്രിയയുണ്ടല്ലോ, അത് ഇജ്മാഅാണ്. ഇജ്മാ നമ്മുടെ 3-ാം പ്രമാണമല്ലേ? 1-ാം പ്രമാണം ഖുർആൻ, 2-ാം പ്രമാണം ഹദീസ്, 3-ാം പ്രമാണം നമുക്ക് ഇജ്മാ ആണ്. അവ മരണപ്പെട്ടവർക്ക് ഖുർആൻ ഓതുക എന്നത് ഇജ്മാ ആണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ ഈ വിഷയം സംസാരിച്ചുകൊണ്ട് പറയാണ്, ഉസ്തുഹിബ്ബ ലിസാഇരിൽ ഖുബൂർ, ഖബർ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് സുന്നത്താണ് അൻ യഖറഅ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് അവന് സൗകര്യപ്പെടുന്ന ഭാഗം അവൻ ഓതുകയും എന്നിട്ടോ വയദ്ഉ ലഹും അഖിബഹാ, ഖുർആൻ ഓതിയ ഉടനെ ആ മയ്യത്തിന് വേണ്ടി ദുആ, ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യലും സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ. അപ്പോ പൂർവികരായ കാലഘട്ടങ്ങളിൽ നിരാക്ഷേപം നടന്നുപോയ ഒരു സമ്പ്രദായമാണ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ഖുർആൻ പാരായണം നടത്തുക. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ മരണം ആസന്നമായ സമയത്ത് ഓതണം, അവർ മരിക്കാൻ കിടക്കുന്ന സമയത്തും ഓതണം. അങ്ങനെ ഓതണമെങ്കിലും മക്കൾ നന്നാവണം. മക്കൾ നന്നാവുക എന്ന് പറഞ്ഞാൽ മകന്റെ താടി വലിപ്പുണ്ടാകുക എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ മാത്തൽ ഇൻസാനു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞുപോയി. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞുപോയി. കാരണം എന്താ? റൂഹണ് പിരിയലോടുകൂടെ പിന്നെ ആ മനുഷ്യന് ചലനമില്ല, പിന്നെ ആ മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുവരെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഖൈറാവാം ഷർറാവാം. ഏതൊരു മനുഷ്യനും നമ്മുടെ വിലപ്പെട്ട സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലമുണ്ടാകാം, ശിക്ഷയുണ്ടാവാം. ഇതൊക്കെ മക്തൂബായ കാര്യം, രേഖപ്പെടുത്തപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് രേഖപ്പെടുത്തപ്പെടുന്നു, നിങ്ങൾ ഈ ഇരിക്കുന്നത് രേഖപ്പെടുത്തപ്പെടുന്നു, ഈ മജ്ലിസ് രേഖപ്പെടുത്തപ്പെടുന്നു. ഇവിടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഓരോ നിശ്വാസങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഹസനാത്തുകളിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. അപ്പോൾ ഓരോ മനുഷ്യന്റെയും അവന്റെ ഓരോ ഹറക്കാത്ത് സക്കനാത്തുകളെയും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഏതുവരെ? ശ്വാസമടങ്ങുന്നത് വരെ. ശ്വാസമടങ്ങുന്നത് വരെ എല്ലാം രേഖപ്പെടുത്തപ്പെടും. മനുഷ്യൻ
അവൻ തിരിച്ചറിയപ്പെടാതെ പോവുകയും അവസാനം മനുഷ്യൻ വിലപിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സംഗതി എന്താണ്? ഒരു കാര്യത്തിലും മനുഷ്യന് ഒരു വേവലാതിയും ഉണ്ടാവില്ല. മനുഷ്യന്റെ അവസാന ഘട്ടം അവന്റെ ഉള്ളിലേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് പോവാതിരിക്കുമ്പോ, പുറത്തേക്ക് വിട്ട ശ്വാസം അവന് വലിച്ചെടുക്കാൻ കഴിയാതിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനെയും അവന്റെ ശരീരത്തിലേക്ക് റൂഹ് നിക്ഷേപിക്കുന്ന സമയത്ത് തന്നെ ദുന്യവിയായ ജീവിതത്തിൽ ആ മനുഷ്യൻ ശ്വസിക്കേണ്ടുന്ന ഓക്സിജന്റെ യൂണിറ്റ് അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ യൂണിറ്റിനേക്കാൾ ഒരിഞ്ച്, ഒരൽപ്പം അളവ് പോലും കൂടുതൽ ശ്വസിക്കാൻ അവന് സാധിക്കുകയില്ല. ആ ഓക്സിജൻ ശ്വസിച്ചു തീർക്കാതെ അവൻ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോവുകയുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. മനസ്സിലായില്ലേ? ഇതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഓക്സിജന്റെ അളവ് കഴിയലോടുകൂടെ നിശ്ചയിച്ച അളവ് കഴിയലോടുകൂടെയാണ് പിന്നെ ഈ മനുഷ്യന് ശ്വാസോച്ഛ്വാസം സാധ്യമല്ല. പുറത്തേക്ക് ശ്വാസം നിശ്വസിച്ചതിനെ വലിച്ചെടുക്കാൻ കഴിയാതെ വരികയാണ്. ഇപ്പോഴാണ്, ആ സമയത്ത് മാത്രമാണ് ഒരു മനുഷ്യൻ ഞാൻ ഇത് എൻ്റെ അവസാനമാണ് എന്ന് തിരിച്ചറിയുകയാണ്. അപ്പോഴേ തിരിച്ചറിയുള്ളൂ. അതുവരെ ഒരാളും അംഗീകരിക്കുകയില്ല. ഒരു മനുഷ്യനൊരു പനി വന്നാൽ, ഒരു മനുഷ്യനൊരു അസുഖം വന്നാൽ, നമുക്ക് ഉദാഹരണം പറയാം, നമുക്കൊരു പനി വന്നാൽ ഈ പനി മാറും എന്ന് തന്നെയാണ് നമ്മൾ 100% ഉറപ്പിക്കുന്നത്. ഒരാളും ചിന്തിക്കാറില്ല ഇതെന്നെ കൊണ്ടുപോവാനുള്ള പനിയാണ് എന്ന്. എല്ലാവരും പറയും ഞാനൊന്ന് ഡിസ്ചാർജ് ആവട്ടെ, അല്ലേ, ഞാൻ എൻ്റെ പനി ഒന്ന് മാറട്ടെ, അസുഖമുണ്ട്, കുറച്ച് ക്ഷീണുണ്ട്, അതുകൊണ്ട് ഈ ആഴ്ച ഞാനല്ല, അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. എന്തായാലും അർത്ഥം 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും, അപ്പൊ അടുത്ത ആഴ്ച എനിക്ക് ഉഷാറാവാന്ന. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതുപോലെ ഇതാ മാറും, ഞാൻ ഡിസ്ചാർജ് ആവും, ഇത് ശിഫയാകും എന്ന് നാം സാധാരണ പ്രതീക്ഷിക്കുന്നത് പോലെ പ്രതീക്ഷിച്ച ഒരു പനിയിലാണ് നമ്മുടെ അവസാനം സംഭവിക്കാൻ പോകുന്നത്. സംഭവിച്ചവരുടേത് മുഴുവനും അങ്ങനെ തന്നെയാണ്. അള്ളാഹു അവന്റെ ത്വാഅത്തിലായി ദീർഘായുസ് നൽകട്ടെ. ആ സമയത്ത് തിരിച്ചറിയുന്ന സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോഴാണ് മനുഷ്യൻ വിലപിക്കുന്നത്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഈ ഒരൊറ്റ വേവലാതിയെ മനുഷ്യനുള്ളൂ. അള്ളാഹുവിനോട് അവൻ ആവശ്യപ്പെടാനുള്ളതും അത് മാത്രമേ ഉള്ളൂ. എന്താണ് അവൻ ചോദിക്കുന്നത്? ദുന്യവിയായ ജീവിതത്തിൽ 10-60-70 കൊല്ലം അവൻ ജീവിച്ചിട്ട് അവൻ നെവർ മൈൻഡാക്കി തള്ളിക്കളഞ്ഞതാണ് അള്ളാഹു അവന് നൽകിയ സമയം. ഈ സമയത്തിന്റെ വില അവൻ അറിഞ്ഞിരുന്നില്ല. വാട്സപ്പിൽ അവൻ മണിക്കൂറുകളോളം ഇരിക്കാറുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവൻ മണിക്കൂറുകളോളം ഒരു മടിയുമില്ലാതെ ഇരിക്കാറുണ്ടായിരുന്നു. പള്ളിയിൽ അവന് 5 മിനിറ്റ് എത്തിക്കാഫിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ യൂട്യൂബ് കണ്ടുകൊണ്ട് അവന് 3 മണിക്കൂർ ഇരിക്കാനും യാതൊരു പ്രയാസമില്ലായിരുന്നു. ഈ രീതിയിൽ സമയത്തിന്റെ വിലയെക്കുറിച്ച് ഒരു കാര്യബോധവും ഇല്ലാതിരുന്ന മനുഷ്യൻ അവസാന സമയം അള്ളാഹുവിനോട് ഒരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ, റബ്ബി ലൗലാ അഖർതനീ, എന്റെ റബ്ബേ എനിക്ക് നീ ഒന്ന് അല്പം പിന്തിച്ചു തന്നിരുന്നുവെങ്കിൽ, ഇലാ അജലിൻ ഖരീബ്, ഇനി ഒരു ആയുസ് മുഴുവൻ വേണമെന്നില്ല. അജലും ഖരീബ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സമയമാണ്, മിനിറ്റുകൾ, എനിക്കല്പം മിനിറ്റുകളെങ്കിലും എന്ന് എനിക്കൊന്ന് ദീർഘിപ്പിച്ചു തന്നാൽ ഫഅസ്വദ്ദഖ വഅകും മിനസ്സാലിഹീൻ, പടച്ചോനെ ഞാൻ നന്നായിക്കോളാന, ഞാൻ സ്വതക്ക ചെയ്ത് നന്നായിക്കോളാം. അതെന്താ സ്വതക്ക ചെയ്ത് നന്നാവുക എന്ന് പറഞ്ഞാൽ നിസ്കരിച്ച് നന്നാകാൻ സമയമില്ല. അപ്പോൾ ഉള്ളതൊക്കെയാണ് സ്വതക്ക ചെയ്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുമല്ലോ, അവ പെട്ടെന്നൊന്നാണ് ശരിയായി കിട്ടുമല്ലോ. ഈ രീതിയിലെ മനുഷ്യൻ അവസാന സമയം വരെയും അവനത് ബോധമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണോ, ശ്വാസം അടങ്ങലോടുകൂടെ പിന്നൊന്നുമില്ല, പിന്നെ ഒന്നുമില്ല. ഇൻഖതാഅ അമലുഹു, അവന്റെ എല്ലാ അമലുകളും അതോടെ മുറിഞ്ഞുപോയി. അള്ളാഹു അവന് നിശ്ചയിച്ച ഏടുകൾ മലക്കുകൾ മടക്കി വെച്ചു. കലമും കിതാബും ഒക്കെ മടക്കി, ഫയല് ക്ലോസായി.
ഇവന്റെ ഫയൽ ക്ലോസ് ആയി, ഈ ഫയൽ ക്ലോസ് ആയി, ഇനി ഒന്നുമില്ല. തുടർന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. അല്ലേ, നമുക്കൊക്കെ അറിയുന്ന ഹദീസാണിത്. 3 കാര്യങ്ങൾ ഒഴികെ. എന്താ? ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, അവന്റെ ജീവിതകാലത്ത് അവൻ ചെയ്ത ജാരിയായ സ്വദഖകൾ അത് അവനോട് മരണാനന്തരവും പിന്തുടരും. തമുറു അഖാരിബി ജംബാതി ഖബ്രി ഫഇന്ന അഖാരിബി ലൻ തഅരിഫൂനി. ഒരാളും അവനോട് കൂടെയുണ്ടാവില്ല, മക്കളില്ല, സുഹൃത്തുക്കളില്ല, ഒന്നുമില്ല, ആരുമില്ല. അവനിൽ നിന്ന് ഉപകാരമെടുത്തവരും അവൻ സഹായിച്ചവരോ അവനെ സഹായിച്ചവരോ ഒരാളും അവന്റെ കൂടെയില്ല. പക്ഷേ അവന്റെ സ്വതക്ക അവന്റെ കൂടെയുണ്ട്. ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ മരണാനന്തരവും അവന് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വതക്ക. അതിന് വേറെ ചില ഹദീസുകളിൽ റസൂലുള്ളാഹി തങ്ങൾ അതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിണർ കുഴിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സഅദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് നബിയേ, അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോന. ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മാക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? എന്താണ് സഅദേ പറയണത്? ഒരാൾ ചെയ്തതിന്റെ ഉപകാരം ഒരാൾക്ക് കിട്ടിയേ, ഇങ്ങനെയല്ലേ പറയേണ്ടത്? പക്ഷേ ഖുർആൻ പറഞ്ഞതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഅദേ, ഒരിക്കലും താങ്കൾ വിഷമിക്കണ്ട, താങ്കളുടെ ഉമ്മാക്ക് വേണ്ടി താങ്കൾക്ക് അമല് ചെയ്യാവുന്നതാണ്. അതെന്താ അമല്? ഉമ്മാന്റെ പേരിൽ താങ്കൾ സ്വതക്ക ചെയ്യുക. എന്ത് സ്വതക്കയാണ് നബിയെ ഞാൻ ചെയ്യേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഖയുൽ മാ, വെള്ളം കുടിപ്പിക്ക്, നാട്ടുകാരെ വെള്ളം കുടിപ്പിക്ക്. നാട്ടുകാരെ വെള്ളം കുടിപ്പിക്കുക എന്ന് പറഞ്ഞെന്താ? കിണർ കുത്തി കൊടുക്കാനാണ്. സഅദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു കിണർ കുത്തി, എന്നിട്ട് അത് വഖഫ് ചെയ്തു. തിൽക സിഖായതു ആലി സഅദിൻ, അല്ലെങ്കിൽ ഹാദിഹിൽ ബിഅറു ലി ഉമ്മി സഅദ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് സഅദിന്റെ ഉമ്മാന്റെ കിണറാണ്, സഅദിന്റെ ഉമ്മാക്കുള്ള കിണറാണ്. സഅദിന്റെ ഉമ്മാക്ക് ഇനി എന്തിനാ കിണറ്? സഅദിന്റെ ഉമ്മ ഖബറിലാണ്. പിന്നെയോ ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ആളുകളുടെ പ്രതിഫലം എങ്ങോട്ട് പോകും? സഅദിന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് പോകുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോ ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരണം. അത് ജീവിതകാലത്ത് നമ്മൾ ചെയ്താലോ? നാട്ടിലൊരു പള്ളിപ്പണി നടക്കുകയാണ്. പള്ളിപ്പണി നടക്കുമ്പോ നമ്മൾ ആ പള്ളിപ്പണിയിലേക്ക് ചെയ്യാൻ കഴിയുന്ന സംഖ്യ നമ്മൾ കൊടുക്കുക. പള്ളിപ്പണി എന്ന് പറഞ്ഞാൽ നാട്ടിൽ പിത്തനുണ്ടാക്കുന്ന പള്ളിക്കുള്ള പണിയല്ല. മസ്ജിദുൽ ദിറാറുകൾ അധികരിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരുത്തം പള്ളി എന്നും പറഞ്ഞു വരുമ്പോ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന പള്ളിക്ക് പൈസ കൊടുത്താൽ അതിന് അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരും, വേണ്ടേ? നമ്മുടെ മഹല്ലിലെ പള്ളിന്റെ തൊട്ടപ്പുറത്തൊരു സമാന്തര പള്ളി, എന്നിട്ട് അതിനോ ഗൾഫിക്ക് UAEക്ക് പിരിവിന് വന്നു, വലിയൊരു മൂല്യരുണ്ട്, കൂടുതൽ തങ്ങളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പറയാണ്, നമ്മളിവിടെ കഫ്തീരിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മളെടുത്ത് വന്നു, സംഗതി ഇപ്പൊ നമ്മക്ക് യോജിപ്പില്ലാത്ത ഗ്രൂപ്പൊക്കെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളിയല്ലേ. ഇവിടെ നടക്കുന്ന സാധാരണ നടക്കുന്ന ഒരു പരിപാടിയാണ്, അത് പള്ളിയല്ലേ. അതെന്ത് പള്ളി? പള്ളി മസ്ജിദുൽ ദിറാറുകൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ ഫിത്തനുണ്ടാക്കുന്ന ഗ്രൂപ്പീസ് ഉണ്ടാക്കുന്ന ആളുകളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ ഒരു പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് റബ്ബ് തന്ന നിഅമത്തിനെ മറ്റൊരു ദുർമാർഗത്തിൽ ചെലവഴിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനോട് നീ സമാധാനം പറയേണ്ടി വരും. ഇതാണ് ഖിയാസായി കൂടെ എല്ലായിടത്തും. എവിടേക്കൂത് കൊള്ളിക്ക, എല്ലായിടത്തും കൂത് ബാധക. ഹക്കിന് നിലനിൽക്കുന്നതാവണം, ദീനിന് ഗുണമുള്ളതാവണോ, സുന്നത്ത് ജമാഅത്തിന് ഗുണമുള്ളതാവണം. അല്ലെങ്കിൽ അത് ജാരിയായ സ്വതക്കാന്ന് പറഞ്ഞു പെരി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ജാരിയുമല്ല, അതിന് ഷെറാ വരിക. നാട്ടിലുണ്ടാണ് സകല അടിക്കും നിങ്ങൾക്ക് കവറിൽ വളർച്ച കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ജാരിയായ സ്വതക്കകൾ
ഓക്കെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ജാരിയായ സ്വതക്കകൾ അത് ഖബറിലേക്ക് എത്തുന്നതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഔ ഇൽമി യുൻതഫഉ ബിഹി, അവന് ഉപകാരപ്പെടുന്ന അവൻ പഠിച്ച ഇൽമ് അതും ഖബറിലെത്തുന്നതാണ്. ആ ഇൽമ് ഇവിടെ വിതരണം ചെയ്തുകൊണ്ടാണ് അവൻ പോയത്. ആ ഇൽമ് അവനിൽ നിന്ന് പകർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാഹു സ്വീകരിച്ചാൽ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്നെ പഠിപ്പിച്ച എൻ്റെ ഉസ്താദുമാരുടെ, എന്നെ ഈ മാർഗത്തിലേക്ക് തിരിച്ചു വേണ്ട എൻ്റെ പൊന്നുപ്പാന്റെ ഖബറുകളിലേക്ക് ഇതിൻ്റെ സവാബ് അങ്ങനെ ഒഴുകുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളൊരു ഇൽമിന്റെ മജ്‌ലിസിലിരിക്കുമ്പോ നിങ്ങളെ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ, ദീനിയായ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാനുള്ള മാനസിക പ്രാപ്തി നിങ്ങൾക്ക് കൈവരിക്കാൻ എന്തൊക്കെ ഘടകമായിട്ടുണ്ടോ, ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടോ, അവരിലേക്കൊക്കെ ഇതിങ്ങനെ ഒഴുകുകയാണ്. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകൻ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകൻ. ഇത് മരണാനന്തരം നമുക്ക് പിന്തുടരാൻ പറ്റുന്ന, നമ്മെ അനുഗമിക്കുന്ന സൽക്കർമ്മങ്ങളാണ്. ശരിക്കു ശ്രദ്ധിക്കണോ? മരണാനന്തരം ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകൻ, മരണാനന്തരം ദുആ ചെയ്യുന്ന മകൾ. അങ്ങനെയാണെങ്കിൽ ആ മകൻ ആരാവണം? ആ മകള് ആരാവണം? കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് പല ഭൗതിക സൗകര്യങ്ങളും കണ്ടുകൊണ്ട്, ഭൗതികമായ നമ്മുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട്, അല്ലേ? അതൊക്കെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ കാണുന്ന മാനദണ്ഡങ്ങൾ. ഇപ്പൊ അതാ, നമ്മളെ സ്റ്റാറ്റസ് നോക്കുക. നമ്മൾ ദുബായിക്കാരനാണ്, ഗൾഫുകാരനാണ്, അതുകൊണ്ട് എൻ്റെ അയൽവാസിയായ കൂലിപ്പണിക്കാരൻ്റെ കുട്ടി പഠിക്കുന്ന കോളേജിൽ എൻ്റെ കുട്ടിനെ പഠിപ്പിച്ചാൽ അതിൻ്റെ സ്റ്റാറ്റസിന് യോജിച്ചതല്ല. ആ പഠിക്കുന്നത് ദീനാണ്, അവിടെയാണ് സുന്നത്ത് ജമാഅത്തുള്ളത്, അതാണ് മുബാറക്കായ ഇൽമ്, അതാണ് ഈ ഉപകാരപ്രദമായ ഇൽമ്, അതാണ് അവൻ പഠിപ്പിക്കുന്നത്. നീ സ്റ്റാറ്റസ് നോക്കി കൊണ്ടുപോയി ചേർത്ത സ്ഥാപനോ അത് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമല്ല. അവിടെ നിന്ന് പഠിക്കുന്ന ഇൽമിലും ബറക്കത്തില്ല. അവിടെ നിന്ന് പഠിക്കുന്ന ഇൽമും ഉപകാരപ്പെടില്ലെങ്കിൽ പിന്നെ ഈ കുട്ടി നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കുട്ടിയാകലെങ്ങനെ? പിന്നെ ഈ കുട്ടി ഉപകാരപ്പെടുന്ന കുട്ടിയാകലെങ്ങനെ? അപ്പോൾ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മകനെ, ആ മകളെ അതിന് പ്രാപ്തരാക്കണം. മുൻഗാമികളുടെ വഴിയിൽ, സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുപോരണം. വലിയ ശ്രദ്ധയോടെ കാണേണ്ട കാര്യമാണ്. മക്കൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ കഴിവൊന്നുമല്ല. നമ്മൾ ജീവിക്കുന്നത് വല്ലാത്തൊരു സമാനിലാണ്. നമ്മുടെ നിയന്ത്രണത്തിൽ ആദ്യത്തെ ഒരു 8-10 വർഷം കുട്ടികൾ വലിയ രസാണ്, അവരുടെ കുസൃതികൾ കാണാൻ വലിയ കൺകുളിർമയാണ്. 10-15 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടിന്റെ പേര് കേൾക്കുന്നത് തന്നെ തലവേദനയായി മാറും. എത്രയോ രക്ഷിതാക്കൾ മക്കളില്ലാതിരിക്കലാ നല്ലത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സമാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അതിന് നമ്മൾ പണിയെടുക്കണം, ബേസ് ക്ലിയർ ആക്കണോ, കുട്ടികൾക്ക് ദീന് കൊടുക്കണം, ഇൽമു കൊടുക്കണം. സ്കൂളിന്റെ പേര് പറഞ്ഞിട്ട്, സമയക്കുറവിന്റെ പേര് പറഞ്ഞിട്ട്, സ്കൂളിലുള്ള പാഠ്യ വിഷയങ്ങളുടെ ദൈർഘ്യം പറഞ്ഞിട്ട് മക്കളുടെ ദീനീ വിദ്യാഭ്യാസത്തെ ഗൗരവം കുറച്ച് കണ്ടാൽ, ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ ആ രക്ഷിതാക്കൾ ആ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ടോ അവരെ വളർത്തുന്നത് കൊണ്ടോ ദുന്യാവിലും ആഖിറത്തിലും ഒരു ഗുണവുമില്ല, ഒരു കാര്യമില്ല. വെറുതെ തിന്നാൻ കൊടുക്കുകയാണ്. അതിനേറെ നല്ലത് വല്ല മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുത്താൽ നന്ദിയെങ്കിലും കാണിക്കും. മക്കൾ നമുക്ക് നാളെ ഉപകാരപ്പെടണോ? ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ അവർ നമുക്ക് ഷർറായി മാറും. അവ ദീന് കൊടുക്കണം, കുട്ടികൾക്ക് ദീനിയായ ഉലൂമുകൾ കൊടുക്കണം. എവിടുന്ന് കൊടുക്കണം? എവിടുന്നെങ്കിലും കൊടുത്താൽ പോരാ. നമ്മുടെ പൂർവികരുടെ വഴിയിൽ നിൽക്കാൻ പ്രാപ്തമായ കേന്ദ്രങ്ങളിൽ നിന്ന്, അതിന് പറ്റിയ ഗുരുനാഥന്മാരിൽ നിന്ന് തന്നെ മക്കൾക്ക് അറിവ് കൊടുക്കണം.
അങ്ങനെ കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉപകാരപ്പെടുന്ന നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളായി ആ മക്കൾ മാറുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ദറജ വർദ്ധിപ്പിക്കാൻ അവന്റെ മക്കൾ വലിയ കാരണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. ഇതിനെക്കൊണ്ട് ഒരു 3 or 4 പാർട്ടാക്കി സംസാരിക്കുന്ന ഒരു വിഷയമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യർഫഉ ദറജത ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്നാ. തീർച്ചയായും അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിച്ച മനുഷ്യന്റെ ദറജ ഉയർത്തും. സ്വർഗത്തിൽ പ്രവേശിച്ചു, പിന്നെ അവിടുന്ന് പ്രമോഷൻ, അവിടെ നിന്ന് പിന്നെ അല്ലാഹു ദറജ ഉയർത്തും. എങ്ങനെയാണ് ദറജ ഉയർത്തുക? അപ്പൊ ഈ ദറജ ഉയർത്തുന്നത് കാണുമ്പോൾ ഇയാൾ സ്വർഗത്തിൽ പ്രവേശിച്ച അവസ്ഥയിലല്ല, ഇയാൾക്ക് ഇങ്ങനെ പ്രമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, യാ റബ്ബി അന്നാലി ഹാദിഹി, പടച്ചോനെ ഞാനിപ്പോ ഇതിനൊന്നും അർഹനല്ലോ, എന്താ എനിക്കിതൊക്കെ എന്ന് ഇയാൾ ചോദിക്കുമെന്ന് റസൂലുള്ളാഹി ഫയഖൂലു. അപ്പൊ അല്ലാഹു തആല പറയും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസ് കണ്ട ഒരാൾ അവന്റെ വാപ്പാക്ക് വേണ്ടി എങ്ങനെ ദുആ ചെയ്യാതിരിക്കും? അവന്റെ ഉമ്മാക്ക് വേണ്ടി എങ്ങനെ ദുആ ചെയ്യാതിരിക്കും? ഒഴിവ് സമയം മുഴുവനും അതിനു വേണ്ടി മാറ്റിവെക്കില്ലേ? മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ധർമ്മവും അതല്ലേ? ഞാൻ ചുരുക്കുകയാണ്, നിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തിപ്പോയ ഒരുപാട് നിഅമത്തുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട നിഅമത്താണ് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും. ഞാനൊരൊറ്റ സംഭവം പറയാം. നമ്മുടെ ഒരു മകന്റെ ഒരു മകളുടെ പ്രവർത്തനം ഒരു മാതാപിതാക്കൾക്ക് മരണാനന്തരം ലഭിക്കുന്ന അവർക്ക് അതിൻ്റെ ആ ഒരു ഖദർ മനസ്സിലാക്കാൻ വേണ്ടി മഹാന്മാരായ ഇമാം റാസി തങ്ങൾ തൻ്റെ തഫ്സീറുൽ കബീറിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ജൗസി തങ്ങൾ അദ്ദേഹത്തിൻ്റെ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ എന്ന ഗ്രന്ഥത്തിലും ഒക്കെ അങ്ങനെ പല ഇമാമിങ്ങളും ഉദ്ധരിച്ചൊരു സംഭവം മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മസീഹുല്ലാഹി ഈസ അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് ഈ യാത്രയുടെ ഇടയിൽ അവിചാരിതമായ ഒരു ഖബറിന്റെ സമീപത്തു കൂടി ഈസ അലൈഹിസ്സലാം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ ഖബറിലുള്ള ആള് മുഅദ്ദബായ അവസ്ഥയിൽ ഈസ നബി ദർശിക്കുകയാണ്. അതായത് ഖബറിലുള്ള ആളെ ഖബറിൽ അദാബിലായി കാണുകയാണ്, വലിയ ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ കണ്ടത്. ഈസാ നബി അലൈഹിസ്സലാം സ്വാഭാവികമായും ആ ഖബർ ശ്രദ്ധിക്കുമല്ലോ. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അതേ വഴിയിലൂടെ ഈസാ അലൈഹിസ്സലാം മടങ്ങി വരികയാണ്. അപ്പോൾ ഈ മനുഷ്യന്റെ ഖബറിൽ വളരെ സുഖസൗകര്യങ്ങളോടുകൂടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥയുമല്ല, ഇയാൾ വളരെ നല്ലൊരവസ്ഥയിലാണ് ഈസാ നബി അലൈഹിസ്സലാം കാണുന്നത്. അതെങ്ങനെ കാണാന്ന് ചോദിക്കണ്ട, ഈസാ നബിയാണ്, അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാ. അതെങ്ങനെ കാണാന്ന് ചോദിക്കുന്ന ആളുകൾ ഈ സദസ്സിൽ പോലും ഇരിക്കാൻ യോഗ്യരല്ല. ഈസാ നബി അലൈഹിസ്സലാം ഈ അവസ്ഥ കണ്ടപ്പോൾ വലിയ അത്ഭുതമായി. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുമ്മ മറർതു ആമ അവ്വലി ബിഹാദൽ ഖബർ. പടച്ചോനെ, കഴിഞ്ഞ വർഷം ഞാൻ ഈ ഖബറിന്റെ അടുത്ത് കൂടെ യാത്ര ചെയ്യുമ്പോ ഫഇദാ ഹുവ യുഅദ്ദബ്, ഈ മനുഷ്യൻ വല്ലാതെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ ഈ ഖബറിന്റെ സമീപത്ത് എത്തുമ്പോൾ കാണുന്നത് ഇയാൾ വലിയ നിഅമത്തിലായിട്ടാണല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ നബി അലൈഹിസ്സലാമിന് വഹ്യ് നൽകി. ഈസ നബിയെ, ഇദ്ദേഹം മരണപ്പെടുന്ന സമയം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ
അദ്ദേഹത്തിന്റെ ഭാര്യ ആ കുട്ടിയെ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്തു. വളർത്തി എന്ന് മാത്രമല്ല, ശരീഅത്തിന്റെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഗുരുനാഥന്റെ സമീപത്ത് കൊണ്ടുപോയി ഇരുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഗുരുനാഥന്റെ വായിൽ നിന്ന് ഉച്ചരിച്ചത് ഈ കുട്ടി ഏറ്റു ചൊല്ലിയപ്പോ, ദുനിയാവിൽ വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ കുട്ടി ചൊല്ലുമ്പോ, ആ കുട്ടി ഉണ്ടാകാൻ കാരണക്കാരനായ ഈ പിതാവിനെ ഖബറിൽ ശിക്ഷിക്കാൻ ഞാൻ ലജ്ജിച്ചു ഈസ നബിയേ. അതുകൊണ്ട് തന്നെ ആ മകന്റെ ഈ അമലിന്റെ ഫലമായി ഇദ്ദേഹത്തിന്റെ സകല ദോഷങ്ങളും ഞാൻ പുറത്തു കൊടുത്തുവെന്ന് ഈസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു. മക്കൾ, അവരുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം മാതാപിതാക്കൾക്ക് മരണാനന്തരം ഗുണം ലഭിക്കും എന്നറിയാൻ ഇതിനേക്കാൾ ഒരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരൊറ്റ നിബന്ധന മാത്രമാണ്, നമ്മുടെ മക്കൾ അതിന് പ്രാപ്തരാവുക എന്നതാണ്. ഒരുപാട് സംഭവങ്ങളും ഒരുപാട് ഹദീസുകളും ആധാറുകളും ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, കാണാനും സാധിക്കും. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു തരട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരൊറ്റ നസീഹയുടെ ഈ ഒരു സദസ്സ് കൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സദസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ ബഖയ്യത്ത് എന്താന്ന് ചോദിച്ചാൽ, ഈ ബഖയ്യത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മുൻഗാമികളായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, മുൻഗാമികളായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നവർ, മുഅ്മിനീങ്ങളായ ആളുകളോട് ഖൽബിൽ ഗില്ലില്ലാത്തവർ, ഉറപ്പില്ലാത്തവർ, അങ്ങനെയുള്ള ഒരു ജനതയായി നമ്മൾ മാറണം. മുൻഗാമികളായ ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ എത്തണം. അതാ മാത്രമാണ് ഇന്നത്തെ ഈ നസീഹ കൊണ്ട് ഞാൻ ലക്ഷ്യമിടുന്നത്. അതിന് നമ്മൾ പ്രാപ്തരാവണം. നമ്മുടെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും വിലയും അവരുടെ സ്ഥാനവും അവരുടെ ഹയാത്ത് കാലത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ സദസ്സിലിരിക്കുന്ന പ്രായമായ ആളുകൾക്ക് ഒരു മാതാവും ഒരു പിതാവും അവൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗവും ആ മക്കൾക്ക് വേണ്ടി അവരനുഭവിച്ച മാനസിക വേദനകളും നൊമ്പരങ്ങളും പ്രായമുള്ള ആളുകൾക്കൊരു പക്ഷേ മനസ്സിലാവും. നമ്മൾ ചെറിയ കുഞ്ഞുമക്കളുള്ള ആളുകൾ അതിപ്പോൾ ഒരു ആനന്ദത്തിൻ്റെ കാലഘട്ടമാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും വില അറിയാത്തവരാണ് നമ്മിൽ പലരും. ഒരു പക്ഷേ ഈ സദസ്സിൽ തന്നെ അല്ലാഹു കാക്കട്ടെ, ഉമ്മാനോട് ഉപ്പാനോട് പല കാരണങ്ങളുടെ പേരിൽ അലോഗ്യത്തിൽ കഴിയുന്ന ആളുകളുണ്ടാവാം. ഈ ദുബൈയിൽ വെച്ച് പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, എന്നോട് നേരിൽ പറഞ്ഞ ആളുകളുണ്ട്. ഉമ്മാനോടും മിണ്ടാത്ത മക്കള്, ഉപ്പാനോടും മിണ്ടാത്ത മക്കള്, ഭാര്യയുടെ പേരും പറഞ്ഞ്, ഭാര്യയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് അതിൻ്റെ പേരിൽ മാതാപിതാക്കളോട് മനസ്സിൽ വെറുപ്പ് വെച്ച് നടക്കുന്ന ആളുകൾ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണോ, അവര് ഹയാത്തിലുള്ള കാലത്ത് അവരുടെ വില നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എനിക്കുറപ്പാണ്, ഈ സദസ്സിൽ മാതാവോ പിതാവോ നഷ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ മരണശേഷമാണ് ആ മാതാവും പിതാവും എന്ന വിളക്കുമാടം വീടിന്റെ തിണ്ണയിലിരുന്നതിന്റെ സുഖം നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ വേദന തിരിച്ചറിയുക. അത് നമ്മുടെ വീട്ടിലൊരു വിളക്ക് തന്നെയാണ്. ആ വിളക്ക് നമ്മിൽ നിന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവർ ചെയ്ത ത്യാഗത്തിന്, നമുക്ക് വേണ്ടി അവർ ചെയ്ത സഹിച്ച പ്രയാസങ്ങൾക്ക്, വിഷമങ്ങൾക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നതാണ്, എന്നിട്ട് അവർക്ക് ഹദിയ ചെയ്യുക എന്നതാണ്, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക എന്നതാണ്. ഓരോ ദിവസവും എൻ്റെ ഉപ്പാന്റെ ഖബറിലേക്ക്, എൻ്റെ ഉമ്മാന്റെ ഖബറിലേക്ക് എന്നിലൂടെ ഒരു സൽക്കർമ്മം എത്തണം എന്ന് നമുക്ക് മനസ്സിലൊരു ബോധം വേണോ. അത് നമ്മുടെ ദിനചര്യയായി മാറണം. മൻകാന വാലിദുഹു ഹയ്യം ബിആഫിയതി ഫൽയഹ്മദില്ലാഹ ലാ ശൈഉൻ കമിസ്ലി അബീ.
ഈ അടുത്ത് ഞാൻ കണ്ടൊരു കവിതയാണിത്. ഈ കവിത ഒരു 5-6 വരിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഈ കവിത ചൊല്ലിയപ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ടുണ്ട്. ഈ കവിത ആരെ എഴുതിയതാണ് എന്നെനിക്കറിയില്ല. എവിടെയോ കണ്ടപ്പോൾ ഞാനത് അപ്പടി കുറിച്ചു വെച്ചു മാസങ്ങൾക്ക് മുമ്പ്. ഈ കവി വളരെ അർത്ഥവത്തായൊരു കവിതയാണ്. ഉമ്മ ഉപ്പ എന്ന് പറയുന്ന 2 വിളക്കുകൾ, നമ്മുടെ വീടിൻ്റെ പ്രകാശങ്ങൾ. ആ പ്രകാശം നമ്മിൽ നിന്ന് അസ്തമിച്ചു പോയതിൻ്റെ വേദന അറിയുന്ന ആളുകൾക്കറിയും, നഷ്ടപ്പെട്ടവർക്ക്. ഉമ്മയും ഉപ്പയും ഹയാത്തിലുള്ളവർക്കത് തിരിച്ചറിയാൻ ഒരു പക്ഷേ ഈ കവിത ഉപകരിച്ചേക്കാം. ആരുടെയെങ്കിലും മാതാവോ പിതാവോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫല്യഹ്മദില്ലാ, അവന് അല്ലാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. ലാ ശൈഉൻ കമിസ്ലി അബീ, ഉപ്പാനെ പോലെ ഒരു വസ്തുവും തന്നെ ഇല്ല കേട്ടോ. പിതാവിന് തുല്യമായി മറ്റൊന്നുമില്ല കേട്ടോ. മാതാവിൻ്റെ മഹത്വങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഉമ്മാന്റെ ഫളായിലുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഉമ്മാനെ കുറിച്ച് വഅദ് പറയുന്ന 100 നാവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ വിസ്മരിച്ചു പോകുന്ന ഒരു മുഖമുണ്ട്. ഉപ്പാക്ക് ഉപ്പാനെ കുറിച്ച് പറഞ്ഞോളണമെന്നില്ല. ഉപ്പാനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉപ്പാക്ക് പ്രശ്നമില്ല. അത് ഉപ്പ എന്ന ഒരു വികാരമാണ്. പിതാവ് എന്നത് തന്നെ അങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. നെഞ്ചിന്റെ ഉള്ളിൽ ഒതുക്കി നടക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രത്യേക ജീവി, അതാണ് ഒരു പിതാവ് എന്ന് പറയുന്നത്. മാതാവ് മറ്റൊരവസ്ഥയിലാണ്. ഈ കവിത ഒരു പിതാവിൻ്റെ സ്ഥാനത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഉപകരിക്കും. മരിച്ചുപോയ ഉപ്പമാർക്ക് വേണ്ടി നിങ്ങൾക്കൊരു ദിവസവും പോലും മുടങ്ങാതെ ഫാത്തിഹ ഓതാനും യാസീൻ ഓതാനും ദുആ ചെയ്യാനും നിങ്ങളെ ഈ കവിത പ്രാപ്തരാക്കും. ജീവിച്ചിരിക്കുന്ന ഉപ്പമാരോട് ഏതെങ്കിലും നിലയ്ക്ക് വെറുപ്പോ വിഷമമോ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ ഉപ്പാന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കാൻ ഒരുപക്ഷെ ഈ കവിത നിങ്ങൾക്ക് ഉപകരിക്കും. മൻകാന വാലിദുഹു ഹയ്യം ബിആഫിയതി ഫൽയഹ്മദില്ലാഹ ലാ ശൈഉൻ കമിസ്ലി അബീ ലസൗതുഹു ഫീ നവാഹി الدار رهبته بالنصح والوعظ والتوجيه والأدب باللمس طفل يربيني وينصحني أبكي وأطلب أضعافا من اللعب وإن أتى والدي من شغله تعبا أقول بابا فينسى بالغ التعب واليوم صرنا كبارا في منازلنا لكن ظلوا صغارا في عيون أبي ولم يخلف لنا مالا ولا ذهبا لكن وجود أبي أغلى من الذهب. പിതാവ് നഷ്ടപ്പെട്ടവർക്ക് ഈ പറയുന്നതിൻ്റെ വ്യഥ അറിയും. ഉപ്പ ഹയാത്തിലുള്ള ആളുകൾ അവരുടെ വലുപ്പം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ഉപ്പ ഹയാത്തിലുള്ളവർ, ആഫിയത്തോടെ ജീവിച്ചിരിക്കുന്നവരുള്ളവർ അല്ലാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. ലസൗതുഹു ഫീ നവാഹിൽ ദാരി റഹ്ബതുഹു, പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് വീടിന്റെ നാനാദിക്കുകളിലും പിതാവിന്റെ ഗൗരവമേറിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. ബിന്നുസ്ഹി വൽ വഅളി വത്തൗജീഹി വൽ അദബി, ഉപദേശിച്ചുകൊണ്ടും ശകാരിച്ചുകൊണ്ടും താക്കീത് ചെയ്തുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടും. ചിലപ്പോൾ ഉപ്പ നമുക്ക് വേണ്ടി ന്യായം പറയും, ചിലപ്പോൾ ഉപ്പ നമുക്ക് എതിരായിട്ട് വാദിക്കും, ചിലപ്പോൾ ഉപ്പ നമ്മെ ഉപദേശിക്കും, ചിലപ്പോൾ ഉപ്പ നമുക്ക് അദബ് പഠിപ്പിച്ചു തരും. ഇങ്ങനെ ഉപ്പ ഹയാത്തിലുള്ള കാലം
വീടിന്റെ നാനാദിക്കുകളിലും പിതാവിന്റെ സ്വരം വിവിധ രൂപത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. ആ സമയത്ത് നിങ്ങൾക്കത് അരോചകമാണ്. ഉപ്പാന്റെ ശബ്ദം ഒന്നും മിണ്ടാതിരുന്നോടെ എന്ന് നിങ്ങൾ പറഞ്ഞു പോകും. ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ പല നിലക്കും ഉപ്പാനോട് നിങ്ങൾ പ്രകോപിതരായിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് പ്രകോപനം സൃഷ്ടിച്ചേക്കാം. പക്ഷേ ഒരു ദിവസം ആ ശബ്ദമൊന്ന് നിലച്ചു നോക്കണോ, വീട് ഉറങ്ങിപ്പോകുന്നതാണ്. ഒരു ദിവസം ആ ശബ്ദം കെട്ടടങ്ങിയാൽ ആ വീട് രാജ്യമില്ലാത്ത രാജാവില്ലാത്ത രാജ്യമായി മാറും, നാഥനില്ലാത്ത കളരിയായി മാറും. അന്ന് നിങ്ങൾ തിരിച്ചറിയും, ഉപ്പ സുഖമില്ലാത്ത ആളാണെങ്കിലും സിറ്റൗട്ടിൽ ഉപ്പ വെറുതെ ഇരുന്നാൽ മതി, ആ വീടിനുണ്ടായിരുന്ന പ്രകാശം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ബിൽ അംസി തിഫ്ലുൻ യുറബ്ബീനി വയൻസഹുനി. ഇന്നലെ ഞാൻ കുട്ടിയായിരുന്ന സമയം ഉപ്പ എന്നെ തെർബിയത്ത് ചെയ്തു, വളർത്തി. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും കൈ വളരുന്നോ കാല് വളരുന്നോ, ആവശ്യമായ സമയത്ത് നമുക്ക് ഉയർച്ചയുണ്ടാകുമ്പോൾ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരഘടനകൾ മാറി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പിതാവ് നമ്മളെ തർബിയത്ത് ചെയ്യും. മാത്രമല്ല വയൻസഹുനി, എൻ്റെ ഉപ്പ എന്നെ ഉപദേശിക്കുകയും ചെയ്യും. അബ്കി വ അത്ലുബു, ഞാൻ കരയും, ഞാൻ എൻ്റെ ഉപ്പാനോട് ആവശ്യപ്പെടും. അദ്ഗാഫം മിനൽ ലുഅബി, എത്രയോ കണക്കില്ലാത്ത കളിപ്പാട്ടങ്ങൾ എൻ്റെ ഉപ്പാനോട് ഞാൻ ആവശ്യപ്പെടും. എന്ത് ചോദിച്ചാലും ഉപ്പാക്ക് സാധ്യമല്ല എന്ന് പറയാറില്ല. ഇന്ന് നമ്മുടെ മക്കളൊക്കെ അനുഭവിക്കുന്ന വലിയൊരു നിഅമത്തും ഒരു തന്നെയാണ്. നമ്മുടെ ഉപ്പമാരൊക്കെ നമ്മേക്കാൾ ദുആക്ക് അർഹരാണ്. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ നമ്മളെ പോറ്റിയത്. വളരെ ചെറിയ പൈസക്ക് ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ട് രാവും പകലും ഇരുതലയും മുട്ടിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ആരോരും അറിയാതെ മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ടെങ്കിലും വീട്ടിലറിയാതെ ഉപ്പ അവിടെയുള്ള വയറുകൾ പോറ്റിയത്, വിദ്യാഭ്യാസം നടത്തിയത്. അതിനൊന്നും നമ്മളൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. ഒരാൾ പോലും ഉപ്പാനൊരു താങ്ക്സ് എന്ന് ഫോർമാലിറ്റിക്ക് പോലും പറയാറില്ല. ഒരു മകളിൽ നിന്ന് ഉപ്പ അത് പ്രതീക്ഷിക്കുന്നുമില്ല. അവർക്ക് എൻ്റെ ആവശ്യമില്ല. ബിൽ അംസി തിഫ്ലുൻ യുറബ്ബീനി വയൻസഉനി അബ്കി വഅത്ലുബു അദ്ആഫൻ മിനൽ ലുഅബി വഇൻ അതാ വാലിദി, എൻ്റെ ഉപ്പ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ മിൻ ശുഅലിഹി തഅബാ, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് പരവശനായി അവശനായി എൻ്റെ ഉപ്പ വീട്ടിലേക്ക് കയറി വന്നാൽ അഖൂലു ബാബാ, ഉപ്പാന്റെ മുഖത്ത് നോക്കി ഉപ്പാ എന്ന് ഞാൻ വിളിച്ചാൽ, ബാപ്പാ എന്ന് ഞാൻ വിളിച്ചാൽ, കൂലിപ്പണി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ശരീരത്തിൽ മരത്തിൻ്റെ കറകൾ, മണ്ണിൻ്റെ ചെളി പിടിച്ച് മണ്ണ് പിടിച്ച് വിയർത്ത് നാറി അവശനായി കയറി വരുന്ന പിതാവിനോട് മകൻ കയറി ഉപ്പാ എന്ന് വിളിച്ചാൽ അതോടുകൂടെ എൻ്റെ ഉപ്പ എല്ലാ ക്ഷീണവും മറന്നുപോയി, എല്ലാ ക്ഷീണവും വിഷമവും മറന്നുപോയി. ഈ ഒരൊറ്റ വിളി കാരണം വൽയൗമ സിർനാ കുബാറൻ ഫീ മനാസിലിനാ, ഇന്നിതാ നമ്മളൊക്കെ വലിയ വലിയ ആളുകളായി, സംഘടനാ പ്രവർത്തകരായി, നേതാക്കളായി. ഉപ്പാന അറിയുന്ന ആളുകളെക്കാൾ കൂടുതൽ നമ്മെ പല ആളുകളും അറിയാൻ തുടങ്ങി. നമ്മളൊക്കെ വലിയ പൈസക്കാരായി, എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കാൻ പ്രാപ്തരായി. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മളൊക്കെ വലിയ വലിയ ആളുകളായി. പക്ഷേ ഉപ്പാന്റെ കണ്ണിൽ എൻ്റെ ഉപ്പാന്റെ കണ്ണിൽ ഞാനിപ്പോഴും അന്നത്തെ 6 വയസ്സുള്ള കുട്ടിയാണ്.
എൻ്റെ ഉപ്പാന്റെ കണ്ണിൽ ഞാനിപ്പോഴും അന്നത്തെ 5 വയസ്സുള്ള കുട്ടിയാണ്. ഈ ബോധം നമ്മൾ തിരിച്ചറിയണം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു പിതാവിനും അവൻ്റെ കുട്ടികൾ വലുതാവാറില്ല. നമ്മൾ പൈസക്കാരായി, നേതാക്കളായി, നമ്മളൊക്കെ സൗകര്യമുള്ളവരായി നമുക്ക് തോന്നാണ്. അതുകൊണ്ട് നമ്മളെ ഉപ്പ നമ്മളോട് സംസാരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഉപ്പാന്റെ അടുത്ത് ഞാൻ എപ്പോഴും പഴയ ചെറിയ കുട്ടിയാണ് എന്ന്. ഇപ്പോഴും നമ്മളെ ഉപദേശിക്കും ഉപ്പ. ഈ സമയത്തും ദുബൈയിലേക്ക് പോകാൻ വേണ്ടി പല പ്രാവശ്യം ആ വീട്ടിൽ നിന്ന് ദുബൈയിലേക്ക് ഇറങ്ങിയ മകനാണെങ്കിലോ ഇന്നും ഇറങ്ങുമ്പോൾ ഉപ്പ പറയാണ്, മോനെ ശ്രദ്ധിക്കണട്ടോ, ഇത് പറയാൻ ലോകത്ത് വേറെ ഒരാളും ഉണ്ടാവില്ല. ഹയ്യായി ജീവനോടെ പിതാവുള്ള ആളുകൾ ഈ മധുരം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ വിലയറിയില്ല. നാളെ നിങ്ങളുടെ ഉപ്പ പോയാൽ ഈ ചോദ്യം നിങ്ങൾക്ക് ആദികളിൽ കേൾക്കാതിരുന്നാൽ അന്നാണ് നിങ്ങളുടെ ഉപ്പാന്റെ വില നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്ന ഉപ്പമാരുണ്ടെങ്കിൽ അവരുടെ കാൽക്കൽ വീഴണേ. മരണപ്പെട്ടു പോയ ഉപ്പമാരുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മളെ കൊണ്ടൊരു ഫാത്തിഹ, നമ്മളിലൂടെയുള്ള ഒരു യാസീൻ അവരുടെ ഖബറിലേക്ക് ചെല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതവിടെ എത്തിക്കുകയും അതിലൂടെ നമ്മുടെ ഉപ്പാന്റെ ദറജ വർദ്ധിക്കുകയും മാത്രമല്ല, ഖബറാളികളുടെ ഇടയിൽ തന്നെ നമ്മുടെ ഉപ്പാക്ക് ഒരു സൽപ്പേരും ഉണ്ടാവുകയും ചെയ്യും. സംഭവങ്ങൾ കുറെ പറയാണ്ട്, സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. പിതാവിന് വേണ്ടി മകന് ഫാത്തിഹ ഓതി, യാസീൻ ഓതി, ഖുർആൻ ഓതി ദുആ ചെയ്താൽ ഖബറാളികളുടെ ഇടയിൽ അത് ചർച്ചയാണ്. നമ്മുടെ ഉപ്പ ഖബറിൽ ഇസ്സത്തിലാവുകയാണ്. ഇത് കാണുമ്പോൾ മറ്റുള്ള അർവാഹികൾ ചോദിക്കുകയാണ്. നമ്മുടെ ഉപ്പ അഭിമാനത്തോടെ പറയാണ്, എൻ്റെ മോന്റെ ദുആയാ, എൻ്റെ മോന്റെ യാസീനാണ്, എൻ്റെ മോന്റെ ഖത്മാണ്, എൻ്റെ മോൻ എനിക്ക് വേണ്ടി സ്വതക്ക ചെയ്തതാ എന്ന് ഉപ്പ പറയുമ്പോൾ അഭിമാനമുണ്ടാകും. ഇത് ദീനാണ്. മഹാന്മാരായ ഇമാമിങ്ങളുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ പറയാതെ പോയത്. വലം യുഖല്ലിഫ് ലനാ മാലം വലാ ദഹബാ. ഉപ്പ നമുക്ക് വേണ്ടി സമ്പത്തൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എൻ്റെ പിതാവ് മരണപ്പെടുമ്പോ ഞങ്ങൾ ഉപ്പാന്റെ പെട്ടിയൊക്കെ അരിച്ചു പെറുക്കി നോക്കി. ഉപ്പാന്റെ പെട്ടി ഞങ്ങൾ അരിച്ചു പെറുക്കുമ്പോ ഉപ്പാന്റെ പെട്ടിയിൽ ആകെയുള്ളത് സുഖമില്ലാതെ കിടന്ന സമയത്ത് ഓരോ സുഹൃത്തുക്കളും മറ്റും വന്നുകൊണ്ട് ഉപ്പാക്ക് ഹദിയയായിട്ട് കൊടുത്ത 7500 രൂപയാണ്. അതാണ് ഉപ്പാന്റെ ആകെ സമ്പാദ്യം. അത് തലയണ്ണന്റെ ചോട്ടിലുണ്ട്. ഉപ്പാന്റെ പെട്ടി ഞങ്ങൾ നോക്കിയപ്പോ ഏകദേശം ആളുകളുടെ കണ്ണ് നിറഞ്ഞുപോയി. 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയം മദ്രസയിൽ ദഫിൽ പങ്കെടുക്കുമല്ലോ. 5ാം ക്ലാസ്സിൽ മദ്രസയിൽ ദഫ് കളിച്ചപ്പോ അതിന് ഞങ്ങൾക്ക് ദഫിന് മത്സരത്തിന് പോയോടുത്തുനിന്ന് ഓരോ സർട്ടിഫിക്കറ്റ് തന്നിരുന്നു. എൻ്റെ ഓർമ്മയിൽ പോലും അതില്ല. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ദഫിന്റെ സർട്ടിഫിക്കറ്റ് ഉപ്പയുണ്ട് നിധി പോലെ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഇതാണ് പിതാവെന്ന് പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ നമ്മൾ കാണാത്ത വലിയ സ്ഥാനം അവർ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് തിരിച്ചറിയാതെ നാം അവരോട് സംസാരിക്കുമ്പോൾ ആ ഹൃദയത്തിനുണ്ടാകുന്ന വേദനകളെ നാം തിരിച്ചറിയണം. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അവരെ നമ്മൾ സന്തോഷിപ്പിച്ചു കൊണ്ടേയിരിക്കണോ. ഇല്ല, അവര് നമുക്ക് വേണ്ടി സമ്പാദ്യങ്ങളൊന്നും തന്നിട്ടില്ല. വലാദഹബാ, സ്വർണ്ണ കൂമ്പാരങ്ങളും അവർ തന്നിട്ടില്ല. പക്ഷേ ലകിൻ വജൂദു അബീ അഗ്ലാ മിനൽ ദഹബി. പക്ഷേ എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം അത് സ്വർണ്ണ കൂമ്പാരങ്ങളെക്കാൾ എനിക്ക് വിലപ്പെട്ടതാണ്. എത്ര മനോഹരമായാണ് ആ കവി ഇത് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഈ നസ്വീഹ എന്ന ഈ മഹത്തായ പരിശുദ്ധമായ ഈ മജ്ലിസിൽ ഇന്നത്തെ നമുക്ക് കിട്ടേണ്ട ഒരു ബഖയ്യത്ത്, എല്ലാ ദിവസവും ജീവിച്ചിരിക്കുന്ന ഉപ്പമാരെ നമ്മൾ സന്തോഷിപ്പിക്കണം, ഉമ്മമാരെ സന്തോഷിപ്പിക്കണം.
അവരുമായി സംസാരിക്കണം, ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരോട് ദുആ ചെയ്യിപ്പിക്കണം. മരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിൽ ഖബറിൽ അവരെ സന്തോഷിപ്പിക്കണം. അതിനു വേണ്ടി നമ്മൾ വേണ്ട അമലുകൾ ചെയ്തു കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.